بسم الله الرحمن الرحيم الحمد لله الذي خلق السماوات والأرض وجعل الظلمات والنور ثم الذين كفروا بربهم يعدلون هو الذي خلقكم من طين ثم قضى أجلا وأجل مسمى عنده ثم أنتم تمترون وهو الله في السماوات وفي الأرض يعلم سركم وجهركم ويعلم ما تكسبون وما تأتيهم من آية من آيات ربهم إلا كانوا عنها معرضين فقد كذبوا بالحق لما جاءهم. السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أهم يقسمون رحمة ربك نحن قسمنا بينهم معيشتهم في الحياة الدنيا ورفعنا بعضهم فوق بعض درجات ليتخذ بعضهم بعضا سخريا ورحمة ربك خير مما يجمعون. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, സർവശക്തനായ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്നും എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ അങ്ങേയറ്റത്തെ അനുഗ്രഹ കാരുണ്യങ്ങളെ കൊണ്ട് നമ്മുടെ ഭൗതിക ജീവിതത്തിലും മതപരമായ ജീവിതത്തിലും നമ്മൾ പ്രതീക്ഷിച്ചതും പ്രതീക്ഷിക്കാത്തതുമായ ഒട്ടനവധി അനുഗ്രഹങ്ങൾ അള്ളാഹു നമുക്ക് നൽകുകയും അതനുഭവിച്ചുകൊണ്ട് ജീവിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഉള്ളത്. നമ്മുടെ നാടുകളിൽ നിന്ന് വിദൂരമായ ഇത്തരം ഒരു പ്രദേശത്ത് ഇത്രയും സൗകര്യപൂർവം നമ്മുടെ ദീനിന്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന ഇത്രയും വിശാലമായ ഒരു സാഹചര്യം നമുക്കുണ്ടായി എന്നുള്ളത് അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹമാണ്. ജീവിതത്തിൽ ഏതേത് അനുഗ്രഹങ്ങൾക്കും നന്ദി ചെയ്യുവാൻ കടപ്പെട്ട നമ്മൾ ഈ കാര്യത്തിലും അള്ളാഹുവിന് നന്ദിയുള്ളവരായി തീരുകയും ഈ സൗകര്യങ്ങളും അനുഗ്രഹങ്ങളും അതുമൂലം അള്ളാഹു നമുക്ക് വർദ്ധിപ്പിച്ച് തരികയും ചെയ്യുമാറാവട്ടെ. സഹോദരങ്ങളെ, കാഴ്ചപ്പാടുകൾ ജീവിതത്തിൽ വളരെ അനിവാര്യമാണ്. വ്യക്തമായ കാഴ്ചപ്പാടുകളും ധാരണകളും ഇല്ലാതെ വരുമ്പോൾ നമ്മുടെ ജീവിതം നമുക്ക് തന്നെ നഷ്ടപ്പെട്ടു പോകും. ഒരുപക്ഷേ ജീവിതത്തിൽ നമുക്ക് മറക്കാനാവാത്ത അനുഭവങ്ങൾ ഏതാണെന്ന് ചോദിച്ചാൽ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന
നമ്മുടെ ജീവിതത്തെ സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന, ഒരിക്കലും നഷ്ടപ്പെട്ടു പോകാത്ത, പതറിപ്പോകാത്ത ചില കാഴ്ചപ്പാടുകളും വിശ്വാസങ്ങളും ആദർശങ്ങളുമാണ്. അള്ളാഹു നമുക്ക് നൽകുന്ന അപാരമായ ഈ അനുഗ്രഹം, ഈ ഹൃദയാവസ്ഥ, ഈ മാനസികമായ സ്ഥിതി അള്ളാഹുവിൻ്റെ അപാരമായ ഒരനുഗ്രഹം തന്നെയാണ്. ഇന്ന് മക്കയിൽ ജുമുഅക്ക് ശേഷം നടന്ന പരിപാടിയിൽ സംസാരിച്ചു കഴിഞ്ഞതിനു ശേഷം പരിചയപ്പെട്ട ഒരു സുഹൃത്ത് പ്രസംഗത്തിൽ പറഞ്ഞ ഒരനുഭവത്തിന് സമാനമായ ഒരു അനുഭവം പങ്കുവയ്ക്കുകയുണ്ടായി. സീഡികളും കാസറ്റുകളും കേൾക്കുവാൻ അവസരം കിട്ടി. തൗഹീദിന്റെയും ദീനിന്റെയും ഖുർആനിന്റെയും ആത്മാവ് കാണാൻ ഭാഗ്യം ലഭിച്ച അനേകായിരങ്ങൾ ഈ ഗൾഫ് നാടുകളിലുണ്ട്. വളരെ ചെറിയ നിമിത്തങ്ങളാണ് അവർക്ക് അത്തരം പരിവർത്തനങ്ങൾ സംഭാവന ചെയ്തിട്ടുള്ളത്. ഒരു സീഡി കേൾക്കാൻ ഒരു സുഹൃത്തിന് കിട്ടിയ ഒരു സാഹചര്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എൻ്റെ സഹോദരൻ പറഞ്ഞു, അതിനേക്കാളും വിശാലമായ ഒരു അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട്. ഒരു ഓഡിയോ കാസറ്റ് ടൈപ്പ് റിക്കാർഡിൽ കുടുങ്ങിപ്പോയി. പല ശ്രമങ്ങൾ നടത്തിയിട്ടും അത് പുറത്തെടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതിൽ പരിചയസമ്പന്നനായ ഒരു മെക്കാനിക്കിന്റെ അടുക്കൽ കൊണ്ടുപോയി കൊടുത്തു. അയാൾ ഓഡിയോ കാസറ്റ് പുറത്തെടുത്തെന്ന് മാത്രമല്ല, ടൈപ്പ് റിക്കാർഡ് ചെക്ക് ചെയ്യാൻ വേണ്ടി ആ കാസറ്റ് ഒന്ന് ഓടിച്ചു നോക്കി. അതിൽ കേട്ട പ്രഭാഷണം അയാളെ ആകർഷിച്ചു. ജീവിതത്തിൽ യാതൊരു കാഴ്ചപ്പാടുമില്ലാതെ ഈ നാട്ടിൽ ജീവിച്ച്, ആ പദപ്രയോഗം അത്ര നന്നല്ലാത്തത് കൊണ്ട് ഞാൻ ഉപയോഗിക്കുന്നില്ല, ഒരു മനുഷ്യനായി ജീവിക്കുവാനുള്ള അവസരങ്ങൾ പോലും ഇവിടെ ഉപയോഗപ്പെടുത്താതെ ജീവിച്ച് അവസാനം തന്റെ ജീവിതത്തെ തന്റെ കുടുംബത്തിനും നാടിനുമായി വീതിച്ചു വെച്ച് ഇവിടെ നിന്നൊന്നുമില്ലാതെ തിരിച്ചു പോകേണ്ട ഒരു ജീവിത ചുറ്റുപാടിലായിരുന്നു അദ്ദേഹത്തിന് യഥാർത്ഥത്തിൽ ഇത്തരമൊരു സന്ദർഭം ലഭിച്ചത്. ആ കാസറ്റ് കേട്ടപ്പോൾ അത് മുഴുവൻ കേൾക്കാൻ തീരുമാനിച്ചു. നേരാക്കാൻ കൊണ്ടുവന്ന ടൈപ്പ് റിക്കാർഡ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ആ കാസറ്റ് മുഴുവൻ കേട്ടു. ആ നിമിഷം മുതൽ കേട്ടുകൊണ്ടിരിക്കുകയാണ് അയാൾ. ഇപ്പോഴും കേട്ടുകൊണ്ടേയിരിക്കുന്നു. ജീവിതത്തിൽ ഒരിക്കലും വിശദീകരിക്കാനാവാത്ത വൈകാരികമായൊരു മാറ്റത്തിന്റെ തുടക്കമായിരുന്നു. ഒരാൾ സീഡി കൊടുത്തതല്ല, ഒരാൾ ഒരു സദസ്സിലേക്ക് ക്ഷണിച്ചതല്ല, ഒരു സ്വാഭാവികതയിൽ നിന്നും ഈ സത്യത്തെ ഉൾക്കൊള്ളാൻ സാധിച്ച അപൂർവമായ ഒരു സന്ദർഭം. സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത് ഇത്തരം ചില കാഴ്ചപ്പാടുകളാണ് ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത്. നമ്മൾ ജീവിതത്തിൽ എന്തൊക്കെ ആഗ്രഹിക്കുന്നുവോ അതൊക്കെ നമുക്ക് ലഭിക്കാവുന്ന ഒരു ചുറ്റുപാട് നമ്മുടെ മുമ്പിലുണ്ട്. അതൊന്ന് വാതിൽ തുറന്ന് കണ്ടെത്തി അനുഭവിക്കുവാനും ആസ്വദിക്കുവാനും അതനുസരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ മാറ്റുവാനുമുള്ള ഒരു മാനസികമായ അവസ്ഥ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി നമ്മളോട് പറയുന്നു, ഭൗതിക ജീവിതത്തിന്റെ മുഖ്യ ലക്ഷ്യമായി താല്പര്യമായി ആരെങ്കിലും പരിഗണിച്ചാൽ അവൻ നരകത്തിലാണ്. വേറൊരു കാര്യവും ആ ആയത്തിൽ പറയുന്നില്ല. സൂറത്തു ഇസ്രാ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള ആയത്താണ്. മൻകാന യുരീദുൽ ആജിലത അജ്ജൽനാ ലഹു ഫീഹാ മാ നശാഉ ലിമൻ നുരീദ്. മൻകാന യുരീദുൽ ആജിലത അജ്ജൽനാ ലഹു ഫീഹാ മാ നശാഉ ലിമൻ നുരീദ്. ആരാണോ ഇഹലോക ജീവിതത്തെ ലക്ഷ്യമായി സ്വീകരിക്കുന്നത്, ഉദ്ദേശിക്കുന്നത്, അജ്ജൽനാ ലഹു ഫീഹാ മാ നശാഉ ലിമൻ നുരീദ്, നാം ഉദ്ദേശിക്കുന്നവർക്ക് ജീവിതത്തിൽ നിന്നും ഇഹലോക ജീവിതത്തിൽ നിന്നും അവന് നാം നൽകും. സുമ്മ ജഅൽനാ ലഹു ജഹന്നമ യസ്ലാഹാ മദ്മൂമൻ മദ്ഹൂറാ. സുമ്മ ജഅൽനാ ലഹു ജഹന്നം, പിന്നെ നാം നരകത്തെ അവൻ ഏർപ്പെടുത്തി കൊടുക്കും. യസ്ലാഹാ മദ്മൂമൻ മദ്ഹൂറാ, അതിലവൻ ആക്ഷേപിക്കപ്പെട്ടവനായി, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളിൽ നിന്ന് ആട്ടിയോടിക്കപ്പെട്ടവനായി അവൻ അതിൽ കഴിച്ചു കൂട്ടേണ്ടി വരും, അതിലവൻ പ്രവേശിക്കും. എന്താണ് സഹോദരങ്ങളെ ഈ ആയത്തിൽ പറഞ്ഞിരിക്കുന്നത്? വേറെ ഏതെങ്കിലും തെറ്റുകളെ ഈ ആയത്തിനോട് ചേർത്തിട്ടുണ്ടായിരുന്നുവെങ്കിൽ നമുക്ക് സമാധാനിക്കാമായിരുന്നു, അതാണ് നരകത്തിന്റെ കാരണമെന്ന്. നാം ഗൗരവപരമായി ആലോചിക്കണം. ഭൗതിക ജീവിതത്തിനു നേരെ
നല്ലൊരു കാഴ്ചപ്പാടുണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഈ യാത്ര നരകത്തിലേക്കാണ്. ഈ ആയത്ത് അത്രയും വ്യക്തതയോടുകൂടെ നമ്മളോട് സംസാരിക്കുന്നുണ്ട്. എന്തുകൊണ്ട് സഹോദരങ്ങളെ? ജീവിതത്തിൽ എവിടെയെല്ലാം നാം പതറിപ്പോയിട്ടുണ്ടോ, എവിടെയെല്ലാം നാം നമ്മുടെ ശരിയായ കാഴ്ചപ്പാടുകളിൽ നിന്ന് വ്യതിചലിച്ചിട്ടുണ്ടോ, എവിടെയെല്ലാം നാം നമ്മുടെ ആദർശത്തെയും ദീനിനെയും വിശ്വാസങ്ങളെയും പണയം വെച്ചിട്ടുണ്ടോ, അവിടെയെല്ലാം ഭൗതികമായ ജീവിതത്തിന്റെ താല്പര്യങ്ങൾ പൊന്തി നിന്നിട്ടുണ്ട്. അത് നമ്മളെ പിടിച്ചു വെച്ചിട്ടുണ്ട്, അത് നമ്മളെ ആകർഷിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ കവാടങ്ങളിലൂടെ നാം ആഗ്രഹത്തോടെ കടന്നുപോയിട്ടുണ്ട്. ഏതൊരു ജീവിതത്തിന്റെ തിന്മയ്ക്ക് പിന്നിലും ഭൗതികമായ ജീവിതത്തിനൊരു പങ്കുണ്ട്. ആർക്കാണ് അറിയാത്തത്? ഒരു താക്കീതോടുകൂടെ ഖുർആൻ പിശാചിനെയും ഭൗതിക ജീവിതത്തെയും നമുക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടില്ലേ സൂറത്തുൽ ലുഖ്മാനിൽ? യാ അയ്യുഹന്നാസു തഖൂ റബ്ബക്കും വഖ്ശൗ യൗമൻ ലാ യജ്സി വാലിദുൻ അൻ വലദി വലാ മൗലൂദുൻ ഹുവ ജാസിൻ അൻ വാലിദി ശൈആ. ജനങ്ങളെ, നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനെ സൂക്ഷിക്കണം. വഖ്ശൗ യൗമൻ ലാ യജ്സി വാലിദുൻ അൻ വലദിഹി. പിതാവിന് പുത്രനെ കൊണ്ടോ പുത്രന് പിതാവിനെ കൊണ്ടോ പ്രയോജനം ലഭിക്കാത്ത ഒരു ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കുകയും വേണം. ഫലാ തഗുറന്നകുമുൽ ഹയാത്തുദ് ദുനിയാ വലാ യഗുറന്നകും ബില്ലാഹിൽ ഗറൂർ. ഇഹലോക ജീവിതം നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ, വഞ്ചകനായ പിശാചും നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. ഇഹലോക ജീവിതത്തെക്കുറിച്ച് ഇത്ര വലിയ താക്കീത് നൽകാൻ എന്റെ സഹോദരങ്ങളെ കാരണം ഭൗതികമായ ജീവിതത്തോടുള്ള ശരിയായ ഒരു സമീപനം ജീവിതത്തിൽ സ്വീകരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ കാഴ്ചപ്പാടില്ലായ്മ നമ്മളെ നരകത്തിലേക്ക് എത്തിക്കുമെന്ന കാര്യം ഉറപ്പാണ്. സഹോദരങ്ങളെ, നാം തിരിച്ചറിയേണ്ട പല ആളുകളും മരണത്തെക്കുറിച്ച് അസ്വസ്ഥതപ്പെടാറുണ്ട്. എന്റെ ഒരു സുഹൃത്ത് അല്പ ദീർഘസമയം ലഭിച്ചപ്പോൾ മരണത്തിന്റെ അവസ്ഥകളെ കുറിച്ച് ചോദിച്ചറിഞ്ഞു. ഞാൻ എനിക്കറിയാവുന്ന ഹദീസുകൾ വെച്ച് മരണത്തിന്റെ ആദ്യ രംഗം മുതൽ, ഒരു ആത്മാവിനെ പിടിക്കാൻ മലക്കെത്തുന്ന സന്ദർഭം മുതൽ അതിനുശേഷമുള്ള ഓരോ കാര്യങ്ങളെക്കുറിച്ചും എനിക്കറിയാവുന്ന ഹദീസുകളിൽ വന്ന ആശയങ്ങൾ വെച്ച് ഖബറിലെത്തി ഖബറിലെ ശിക്ഷകളും ചോദ്യങ്ങളും വരെയുള്ള കാര്യങ്ങൾ പറഞ്ഞു. സത്യത്തിൽ ഞാനും അയാളും ഒന്നിച്ചാണ് അന്നു രാത്രി ഉറങ്ങിയത്. രാത്രി മുഴുവൻ അയാൾ അസ്വസ്ഥനായിട്ടാണ് കിടന്നത്. രാവിലെ എഴുന്നേറ്റപ്പോൾ അയാൾ എന്നോട് പറഞ്ഞു, എനിക്ക് ഉറക്കം ശരിയാവുന്നില്ല. എന്തേ കാര്യം? ഞാൻ ആ മരിക്കുന്ന രംഗത്തെക്കുറിച്ച് നിങ്ങൾ പറഞ്ഞു തന്ന കാര്യങ്ങൾ ഒരു യാഥാർത്ഥ്യ ബോധത്തോടെ എന്റെ മനസ്സിൽ ഞാനൊന്ന് വിചാരിച്ചു. വല്ലാത്തൊരു അസ്വസ്ഥത, വല്ലാത്തൊരു പ്രയാസം. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പ്രവാചകനോട് പറഞ്ഞത്, ചെറിയൊരു തലവേദനയെ കുറിച്ച് പറഞ്ഞത്, ഖബറുകൾ കണ്ട് അവിടെയുള്ള അവസ്ഥകളെ കണ്ട് പരലോകത്തെക്കുറിച്ചും ഖബറിനെ കുറിച്ചും ചെറിയൊരു ബോധം വന്നപ്പോഴാണ്. സഹോദരങ്ങളെ, അസ്വസ്ഥരാകണമെന്നോ ജീവിതത്തിന്റെ സ്വസ്ഥത നഷ്ടപ്പെടുത്തണമെന്നോ അതിനർത്ഥമില്ല. മറിച്ച് ആ കാഴ്ചപ്പാടുകളെ ഒരു യാഥാർത്ഥ്യ ബോധത്തോടെ ഒന്ന് മനസ്സിൽ നമ്മൾ വിചാരിക്കേണ്ടതുണ്ട്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങൾ മരണത്തെക്കുറിച്ചാണ് ഭയപ്പെടുന്നത്. മരണത്തെക്കുറിച്ചൊന്നും ഭയപ്പെടേണ്ടതില്ല എന്ന് പറഞ്ഞാൽ മരണത്തിന് തയ്യാറാകേണ്ടതില്ല എന്നതിനർത്ഥമില്ല. സഹോദരങ്ങളെ, എന്നെ മരിപ്പിക്കാൻ അള്ളാഹു തീരുമാനിക്കുകയും അതിന്റെ സമയം നിശ്ചയിച്ചുകൊണ്ട് അവൻ എന്നെ വിളിക്കുകയും ചെയ്താൽ എനിക്കെന്തു ചെയ്യാൻ പറ്റും? എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ഞാൻ എന്റെ മരണത്തിന് ശേഷം സംഭവിക്കാവുന്ന കാര്യങ്ങളെക്കുറിച്ച് ഞാൻ എന്തിനാശങ്കപ്പെടണം? എന്റെ ഭാര്യ വിധവയായതിന്റെ ഉത്തരവാദിത്വം എനിക്കാണോ സഹോദരങ്ങളെ? എന്റെ ആത്മാവിനെ തിരിച്ചു കൊണ്ടുപോകാൻ അള്ളാഹു തീരുമാനിച്ചുവെങ്കിൽ ആർക്കാണ് ആ തീരുമാനത്തെ തടുക്കാൻ പറ്റുക? അതുകൊണ്ട് വിധവയായ എന്റെ ഭാര്യയുടെ കാര്യം അള്ളാഹുവാണ് ഏറ്റെടുക്കേണ്ടത്. മരിക്കാനിരിക്കുന്ന ഞാൻ അതിനെപ്പറ്റി ആശങ്കപ്പെടേണ്ടതില്ല. അനാഥരാകുന്ന എന്റെ മക്കളെ കുറിച്ച് ഞാൻ ആശങ്കപ്പെടുന്നു. അവരെ അനാഥരാക്കി ഇടണമെന്നതിനർത്ഥമില്ല. ഏതു നിമിഷവും എന്നെ തിരിച്ചു വിളിച്ചാൽ എന്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും ഇവിടെ അവസാനിപ്പിച്ചു. എന്റെ ആരാധനകൾ വരെ ആരാധനകൾക്ക് പോലുമുള്ള ബാധ്യത മരണം വരെ മാത്രമേ ഉള്ളൂ. അത് പടച്ചോൻ ബാക്കി നിർവഹിച്ചു കൊള്ളും സഹോദരങ്ങളെ, ആശങ്കപ്പെടാനില്ല. പക്ഷേ എന്താണ് ആശങ്കപ്പെടേണ്ടിയിരുന്നത്? മരണത്തോടുകൂടെ എനിക്ക് മരണം സംഭവിക്കുമ്പോൾ എന്റെ മരണത്തിന് ശേഷമുള്ള ഭൗതിക ജീവിതത്തിലെ ശൂന്യതയിൽ എന്തു സംഭവിക്കുമെന്നതിനെ കുറിച്ചാണ് ഞാൻ ആശങ്കപ്പെടുന്നത്. അതിനുവേണ്ടിയാണ് സഹോദരങ്ങളെ ഞാനില്ലെങ്കിലും എന്റെ മക്കൾ കഷ്ടപ്പെടാതിരിക്കാൻ ഞാൻ സമ്പാദിച്ചത്. ഞാൻ ജീവിക്കുന്ന കാലത്തല്ല, അതിനുശേഷം പോലും അവർ ജീവിക്കുവാൻ വേണ്ടി ഞാൻ തയ്യാറെടുപ്പുകളും സാഹചര്യങ്ങളും ഒരുക്കിയത്. എന്നാൽ ഒരു യാഥാർത്ഥ്യ ബോധത്തോടെ കാഴ്ചപ്പാടോടുകൂടെ ചിന്തിച്ചു നോക്കൂ സഹോദരങ്ങളെ. ഏതെങ്കിലും ഒരാൾ മരണത്തിന്റെ ഭയാനകതയിൽ തന്റെ പുതിയ ലോകത്തെ കാണുമ്പോൾ ഈ ലോകത്തെ ആരെങ്കിലും ചിന്തിക്കുമോ? ജീവിതത്തിന്റെ ആത്മാവിനെ പിടിക്കുന്ന നിമിഷത്തിൽ വിധേയയാകുന്ന ഭാര്യയെ കുറിച്ച് ആരെങ്കിലും ആശങ്കപ്പെടുമോ സഹോദരങ്ങളെ?
അനാഥരാകുന്ന മക്കളെക്കുറിച്ച് അടുത്ത മാസം ഫീസ് കൊടുക്കാൻ ഞാനില്ലെങ്കിൽ എന്താകുമെന്നാലോചിച്ച് സ്വാശ്രയ കോളേജിൽ പഠിക്കുന്ന കുട്ടിയെക്കുറിച്ച് ആശങ്കപ്പെടുമോ മരിക്കുന്ന സമയത്ത്? അങ്ങനെ ഒരു ആശങ്ക ഉണ്ടോ? പുതിയ ലോകത്തെ പുതിയ അനുഭവങ്ങളിലേക്ക് സഹോദരങ്ങളെ കൺ തുറക്കുകയാണ് ഞാനും നിങ്ങളും. ഞാനിത് പറഞ്ഞത് അല്പം യാഥാർത്ഥ്യബോധത്തോടുകൂടെ ജീവിതത്തെ കണ്ടേ പറ്റൂ ഞാനും നിങ്ങളും. എനിക്കും നിങ്ങൾക്കും അറിയാം, മരണം ജീവിതത്തിന്റെ സമാപനമല്ല. അത് വെറും ഒരു വാക്കല്ല സഹോദരങ്ങളെ, പ്രസംഗത്തിന് വേണ്ടി പറയുന്ന വാചകങ്ങളല്ല. നമുക്ക് ഉറപ്പിച്ച് പറയാം, ഈ കണ്ണുകൾക്ക് കാഴ്ച ശക്തി വർദ്ധിക്കുകയാണ്. തീർച്ച ഈ കണ്ണുകൊണ്ട് ഇപ്പോൾ ഒരു മലക്കിനെ യഥാർത്ഥ രൂപത്തിൽ കാണാൻ പറ്റില്ലെന്ന് അറിയാത്തവരുണ്ടോ ഈ സദസ്സിൽ? എന്നാൽ മരിക്കാൻ കിടക്കുന്ന നമ്മുടെ സുഹൃത്ത് അവന്റെ കണ്ണുകളെ കൊണ്ട് കാണുന്നു മലക്കിനെ. അപ്പോൾ കാഴ്ച വർദ്ധിക്കുകയാണ് സഹോദരങ്ങളെ. ഒരു പക്ഷേ സാധാരണ നമ്മൾ പറയാറുള്ളത് പോലെ മരിക്കുന്ന സമയത്ത് കത്തിച്ചു വെക്കുന്ന ചന്ദനത്തിരിയുടെയോ അല്ലെങ്കിൽ കഫംപുടവയിൽ തെളിക്കുന്ന സുഗന്ധത്തിന്റെയോ വാസനകൾ മരിച്ചു കിടക്കുന്നവന്റെ നാസാരന്ധ്രങ്ങൾ അനുഭവിക്കുന്നില്ല, നമുക്ക് ഉറപ്പിച്ച് പറയാം. പക്ഷേ അള്ളാഹുവിന്റെ മലക്കുകൾ സ്വർഗത്തിൻ്റെതായി കൊണ്ടുവരുന്ന വസ്ത്രത്തിന്റെ സുഗന്ധം അനുഭവിക്കുന്നില്ലേ അയാൾ? അപ്പോൾ സുഗന്ധങ്ങൾക്ക് വിരാമം വിടുന്നുവോ മരണം? ഇല്ലെന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാം. കുളിപ്പിക്കുന്നവൻ കോരി ഒഴുക്കുന്ന വെള്ളം ഒരുപക്ഷെ മരിച്ചവന്റെ ദേഹത്തെ തൊലികളിൽ അനുഭവങ്ങൾ സൃഷ്ടിക്കുന്നെന്ന് നമുക്ക് പറയാം. എന്നാൽ സഹോദരങ്ങളെ, മലക്കുകൾ അയാളെ കുളിപ്പിക്കുമ്പോൾ അറിയാതിരിക്കുമോ? തികച്ചും വ്യത്യസ്തമായ ഒരു അനുഭവ ലോകങ്ങളിലേക്ക് നിമിഷങ്ങളെ കൊണ്ട് തിരിക്കും. നമുക്കറിയാം, ഉംറയ്ക്ക് വേണ്ടി ഇഹ്റാമിൽ പ്രവേശിച്ച് ജിദ്ദ എയർപോർട്ടിൽ വന്നിറങ്ങി ഏതാനും ആഴ്ചകൾ കഴിഞ്ഞ് തിരിച്ചു പോകുന്ന സഹോദരങ്ങളെ, മരിച്ച് ബന്ധുക്കൾ കാത്തിരിപ്പോടുകൂടെ മക്കളും പേരക്കുട്ടികളും പാപ്പ ഉംറ കഴിഞ്ഞ് വരുമ്പോൾ കാത്തിരിക്കുന്നത്, അവർക്ക് തിരിച്ചെത്തുന്നത് ഫ്രീസറിൽ ശരിയാക്കി കൊണ്ടെത്തിക്കുന്ന ചലനമറ്റ് കിടക്കുന്ന ദേഹത്തെ ഏറ്റുവാങ്ങേണ്ടി വരുന്നില്ലേ നാട്ടിൽ? നിമിഷങ്ങളെ കൊണ്ട് ഈ യാത്ര വഴിമാറി സഞ്ചരിക്കും. സഹോദരങ്ങളെ, ഒരു ഉറച്ച കാഴ്ചപ്പാടോടുകൂടെ നാം ജീവിതത്തെ മാറ്റിയെടുക്കേണ്ടതുണ്ട്. പലപ്പോഴും ജീവിതത്തിലുള്ള നമ്മുടെ ആഗ്രഹങ്ങളും താല്പര്യങ്ങളുമാണ് പലപ്പോഴും വഴിവിട്ട് ജീവിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത്. ആസ്വാദനമാണോ സഹോദരങ്ങളെ ഉദ്ദേശിക്കുന്നത്? ജീവിതത്തിൽ ആസ്വദിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ആസ്വദിച്ചോളൂ. ആസ്വാദനത്തിന് ഒരിക്കലും ഇസ്ലാം തടസ്സമല്ല. പക്ഷേ ആസ്വാദനം എങ്ങനെ സാധിക്കും? ഞാൻ ചോദിക്കട്ടെ, ഇവിടുത്തെ എന്തെങ്കിലും കാര്യങ്ങൾ അള്ളാഹു വിരോധിച്ച ഒരു കാര്യം ഉപയോഗിച്ചുകൊണ്ട് ഒരാൾക്ക് ആസ്വദിക്കാൻ പറ്റുമോ സഹോദരങ്ങളെ? നമ്മൾ നിലവിട്ടുകൊണ്ട് സമ്പാദിക്കുന്ന സമ്പാദ്യങ്ങളെ കൊണ്ട് നമുക്ക് ആസ്വദിക്കാൻ പറ്റുമോ? ഞാൻ തുടക്കത്തിൽ ഓതിവെച്ച ആയത്തതാണ്. ചില ആളുകൾക്ക് അങ്ങനെ ഒരു വിചാരമുണ്ട്, സമ്പാദിച്ചാൽ കണക്കില്ലാത്ത ആഡംബരങ്ങളുടെ ഒരു വീട് പണിതാൽ സൗകര്യങ്ങൾ ഉണ്ടായാൽ എന്നാണ്. അള്ളാഹു നമ്മൾ ഉറപ്പിച്ച് പറയുന്നു. ഞാൻ ചില ആളുകൾക്ക് അനുഗ്രഹങ്ങളെ വ്യത്യാസപ്പെടുത്തിയിട്ടുണ്ട്. ചില ആളുകൾക്ക് 1000 തലമുറകൾ കൂടെ ജീവിക്കാൻ പറ്റുന്ന സ്വത്ത് കൊടുത്തിട്ടുണ്ട്. ഒരാൾക്ക് ഒരു ദിവസം പോലും പൂർത്തിയാക്കാൻ പറ്റാത്ത പ്രയാസങ്ങൾ നൽകിയിട്ടുണ്ട്. ആ തത്വത്തെക്കുറിച്ചും കാഴ്ചപ്പാടിനെ കുറിച്ചും അള്ളാഹു സൂറത്ത് സുഖ്റുഫിൽ പറഞ്ഞു തരുന്നു സഹോദരങ്ങളെ. നമ്മൾ കാഴ്ചപ്പാടായി മനസ്സിലാക്കണം. അഹും യഖ്സിമൂന റഹ്മത റബ്ബിക് നഹ്നു ഖസംനാ ബൈനഹും മഈശതഹും ഫിൽ ഹയാത്തിദ് ദുനിയാ. അള്ളാഹുവിന്റെ അനുഗ്രഹത്തെ അവർ വീതിക്കുകയാണോ? അള്ളാഹു വീതിച്ചതിനെ അവർ ചോദ്യം ചെയ്യുകയാണോ? അവരുടെ ജീവിതത്തിന്റെ മുഴുവൻ മഈശത്തുകളെയും വീതിച്ചു കൊടുത്തത് അള്ളാഹുവാണ് ഈ ലോക ജീവിതത്തിൽ. ചിലർക്ക് ചിലരെക്കാളും സാമ്പത്തിക ശേഷിയും പദവിയും അധികാരങ്ങളും രാജാധിപത്യവും ഒക്കെ നൽകിയിട്ടുണ്ട്. എന്തിനാണത്? ചിലർ ചിലർക്ക് മേൽ ആധിപത്യം നടത്തി ഈ ദുനിയാവും ഈ പശ്ചാത്തലങ്ങളും നിലനിൽക്കാൻ വേണ്ടി തന്നെയാണ്. എന്നിട്ട് അവസാനം അള്ളാഹു പറയണ, ആരും വിഷമിക്കണ്ട, കിട്ടാത്തോലും വിഷമിക്കണ്ട, കിട്ടിയ ആളുകൾ അമിതമായി സന്തോഷിക്കും വേണ്ട. എന്തുള്ളൂ? വറഹ്മത്തു റബ്ബിക ഖൈറും മിമ്മാ യജ്മഊൻ. വറഹ്മത്തു റബ്ബിക ഖൈറും മിമ്മാ യജ്മഊൻ. അള്ളാഹുവിന്റെ കാരുണ്യം, അതാണ് അവർ ഒരുമിച്ച് കൂട്ടുന്നതിൽ ഏറ്റവും ഹൈറായത്. ബന്ധ സഹോദരങ്ങളെ, ദുനിയാവ് മുഴുവൻ നമ്മുടെ മുന്നിലുണ്ട്. അള്ളാഹുവിന്റെ കാരുണ്യമില്ലെങ്കിലോ, അള്ളാഹുവിന്റെ ഒരു സ്നേഹം നമ്മളോടില്ലെങ്കിലോ ഒന്ന് ഭാവനയിൽ കണ്ടു നോക്കൂ സഹോദരങ്ങളെ. ലോകത്താളുകൾക്ക് കാണാനും സന്തോഷിക്കാനും ഒട്ടനവധി വിഭവങ്ങൾ നമ്മളെ കുറിച്ചുണ്ട്. പക്ഷെ നമ്മുടെ മനസ്സിൽ ഒരു കാരുണ്യത്തിന്റെ സന്തോഷത്തിന്റെ അനുഭവം പടച്ചവൻ തന്നില്ലെങ്കിലും എന്തു കാര്യം സഹോദരങ്ങളെ? സമ്പത്തിന്റെ കൂമ്പാരങ്ങളെ കൊണ്ട് നമ്മുടെ മുമ്പിൽ നമിക്കുവാനും നമ്മുടെ മുമ്പിൽ നിന്ന് കീഴ്പ്പെടുവാനും നമുക്ക് വേല ചെയ്യുവാനും നമ്മളെ എന്ത് സേവനം ചെയ്യുവാനും 10,000 ഉണ്ടായിട്ട് എന്ത് കാര്യം നമ്മുടെ മനസ്സിന് അനുഭവം ഇല്ലെങ്കിൽ? ഇപ്പൊ ജീവിതത്തിന്റെ ആസ്വാദനം എങ്ങനെ കിട്ടുക സഹോദരങ്ങളെ? അത് സത്യത്തിൽ ദീനിന്റെ ഒരു കാഴ്ചപ്പാടിൽ പരലോകത്തെ മറക്കാതെ മുന്നോട്ട് പോയാൽ തന്നെ കിട്ടുള്ളൂ. സാധാരണ ഇപ്പോൾ നമ്മുടെ വീടുകളിലൊക്കെ പരാതിപ്പെടാറില്ല. ഞാൻ UAE നിന്നാണ് ഇങ്ങോട്ട് വന്നത്.
അവിടെ തന്നെ എന്നോട് പല രക്ഷിതാക്കന്മാരും കുട്ടികളെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് ഈ യാത്രയിൽ. അപ്പോൾ കുട്ടികൾ ഒരു രക്ഷിതാവ് പറഞ്ഞ എന്താ വെച്ചാൽ, ഞങ്ങൾ അടുത്ത കാലത്ത് മാറി വന്ന ആളുകളാണ്. എല്ലാ ഡാൻസുകളും പാട്ടുകളും അങ്ങനത്തെ ഒരു കോലാഹലം നിറഞ്ഞ ജീവിതമായിരുന്നു. അത്രയും നല്ല സാമ്പത്തിക പശ്ചാത്തലം. പെട്ടെന്ന് ഞങ്ങൾ മാറി ഈ പ്രസ്ഥാനത്തിന്റെ ആളുകളായി. ഞങ്ങൾ എല്ലാവരും മാറി. പക്ഷെ ഞങ്ങളുടെ ഒരു മകളെ മാത്രം മാറ്റാൻ പറ്റുന്നില്ല. എന്താണ് മകളെ മാറ്റുവാനുള്ള ഒരു പ്രയാസം എന്താണ് ചോദിച്ചപ്പോൾ പറഞ്ഞത്, മ്യൂസിക്, സംഗീതത്തിൽ നിന്ന് മോളെ രക്ഷപ്പെടുത്താൻ പറ്റുന്നില്ല. അവള് അഡിക്റ്റാണ് എന്ന് പറഞ്ഞാൽ എത്ര ശ്രമങ്ങൾ നടത്തിയിട്ടും അവൾക്ക് അത് മാറ്റിവെച്ച് ജീവിക്കാൻ പറ്റുന്നില്ല. എന്ത് ചെയ്യുന്നതാണ് എന്ന് പറഞ്ഞാൽ, ഒരു മുഴു മദ്യപാനിയെ മാറ്റാൻ പ്രയാസപ്പെടുന്ന ഒരു ഭാര്യയെക്കാളും ആശങ്കയോടുകൂടെയാണ് രക്ഷിതാവ് അതിനെക്കുറിച്ച് പറയുന്നത്. ഇത്ര വലിയ ഒരു ഗൗരവകരമാണോ നിങ്ങൾ ചിന്തിക്കും സഹോദരങ്ങളെ. ചിലത് അങ്ങനെയാണ്. ഭൗതിക ജീവിതത്തിന്റെ സുഖം നിലകൊള്ളുന്നത് ചില മ്യൂസിക്കുകളിലും ലഹരികളിലും സിനിമകളിലും സീരിയലുകളാണെന്നൊക്കെ ഒരാൾ വിശ്വസിച്ച് അതിലൊക്കെ ചെറിയ സുഖവും സന്തോഷവും കണ്ട് തൽക്കാലം ജീവിതത്തിന്റെ പുറം നന്നാക്കി ജീവിക്കുന്ന ആളുകൾ വിചാരിക്കുന്നത് ഇതൊക്കെ വിട്ട ജീവിതത്തിന്റെ സുഖം നഷ്ടപ്പെട്ടു പോയിന്നാണ്. ഇതൊക്കെ നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ ജീവിതത്തിന് എന്താർത്ഥം എന്നാണ്. എന്നാൽ സഹോദരങ്ങളെ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നിങ്ങൾ ഒട്ടനവധി സാമ്പത്തിക ശേഷിയുള്ള ആളുകളോടൊപ്പം നമ്മൾ നിങ്ങൾ സഹവസിച്ചിട്ടില്ലേ? നല്ല വാഹനങ്ങൾ, നല്ല ഫ്ലാറ്റുകൾ, വിശാലമായ ജീവിത സൗകര്യങ്ങൾ. ആരെങ്കിലും പറഞ്ഞ ഒരു സ്വകാര്യ സന്ദർഭത്തിൽ നമ്മളോട് എന്താണ് ഈ ജീവിതത്തിന്റെ ഒരു സുഖം? ഞാൻ ഇന്നലെ താമസിച്ച ഫ്ലാറ്റ് എന്തൊരു സൗകര്യമുള്ളതാണ്, എന്റെ വീട്ടിലുള്ള സൗകര്യങ്ങൾ എന്തൊരു ഉന്നതമാണ്, എന്തൊരു ആസ്വാദനമാണ് ഈ ജീവിതം എന്ന് പറഞ്ഞില്ലല്ലോ സഹോദരങ്ങളെ. എങ്കിൽ എന്നോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ആരാ പറഞ്ഞത്? ആരാ പറഞ്ഞത്? ജീവിതത്തിന്റെ ഏതോ ഒരു സന്ദർഭത്തിൽ പരലോകവും സ്വർഗവും നരകവും തൗഹീദും ബോധ്യപ്പെട്ട് ജീവിതം മാറി വന്നവർ നമ്മളോട് പറഞ്ഞു, എന്തൊരു സന്തോഷമാണ് ഈ ജീവിതത്തിന്. കഴിഞ്ഞ 20 കൊല്ലം ഞാനും എന്റെ ഭാര്യയും വല്ലാത്തൊരു പ്രതിസന്ധിയാണ് ജീവിതത്തിൽ അനുഭവിച്ചത്. എന്നാൽ ഈ പ്രസ്ഥാനത്തിലേക്കും ആശയത്തിലേക്കും ഖുർആൻ ക്ലാസ്സിലേക്കും കടന്നു വന്നതിന് ശേഷം ഒരു പുതിയ വിവാഹത്തിൽ ഒരു പുതിയ കുടുംബജീവിതം പോലെ ഞങ്ങൾ ഇന്ന് ജീവിക്കുന്നു. സഹോദരങ്ങളെ, ആസ്വദിക്കണോ ജീവിതം? ആസ്വദിക്കണോ? ശരിക്കും 100% ഇതിന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചോളൂ. വാതിൽ പടിയിൽ നിന്ന് കേറിയിരിക്കുന്നു എന്ന് മനസ്സിൽ വിചാരിച്ചിട്ട് കാര്യമില്ല സഹോദരങ്ങൾ. ഇസ്ലാമിന്റെയും തൗഹീദിന്റെയും സുന്ദരമായ ആദർശത്തിന്റെ പടിവാതിക്കൽ നിന്ന് കാല് ഉള്ളിലേക്ക് വെക്കാൻ ആത്മധൈര്യമില്ലാതെ ഞാനും മുസ്ലിമാണെന്ന് വിചാരിക്കുന്നതിൽ അർത്ഥമില്ല. വേഷത്തിലും രൂപത്തിലും മനസ്സിലും ജീവിതത്തിലും കാഴ്ചപ്പാടിലും കടന്നു വന്നു നോക്കൂ. നിങ്ങൾ പറയും, എന്തൊരാസ്വാദകരമാണ് ഈ ജീവിതം. എന്റെ ഈ കുടുംബജീവിതത്തിന് ഇത്ര സന്തോഷമുണ്ടെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല, എന്റെ വ്യക്തി ജീവിതത്തിൽ ഇത്ര സന്തോഷമുണ്ടെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല എന്നാണ്. എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞു എന്നറിയൂ? കുറ്റബോധത്തോടുകൂടെ ഒരു തെറ്റ് കൊണ്ടിടക്കേണ്ട സഹോദരങ്ങൾ നമ്മൾ ആരെങ്കിലും അറിഞ്ഞുകൊണ്ട് തെറ്റാന്ന് അറിഞ്ഞിട്ട് കുറ്റബോധത്തോടുകൂടെ ഒരു തെറ്റ് എവിടെയാവട്ടെ, സദാചാര രംഗത്താവട്ടെ, സ്വഭാവ രംഗത്താകട്ടെ, ഏതു രംഗത്താകട്ടെ പ്രശ്നമില്ല. ഞാൻ UAE ക്ലാസ് കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോൾ ഞാൻ നമ്പർ കൊടുത്തിരുന്നു. ഞങ്ങൾ വന്ന പ്രൊജക്റ്റിനെ കുറിച്ച് അന്വേഷിക്കാനും പറയാനും വേണ്ടി ആളുകൾക്ക് ഞാൻ എൻ്റെ പേഴ്സണൽ നമ്പർ കൊടുത്തിരുന്നു. കുറേ ആളുകൾ വിളിച്ചു. അധിക ആളുകളും വിളിച്ചത് അവരുടെ ജീവിതത്തിന്റെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ്. അതിൽ ഒരാൾ വിളിച്ച് ഞാൻ ഓർക്കുന്നു, അയാൾ ഒരു പ്രാവശ്യം വിളിച്ചു, പല പ്രാവശ്യം വിളിച്ചു. എന്ന് പറഞ്ഞാൽ ഏതോ ഒരു ദുർബല നിമിഷത്തിൽ അയാൾക്ക് സംഭവിച്ചു പോയ ഒരു തെറ്റ്, ആ തെറ്റിൽ നിന്ന് ഞാൻ എന്തു ചെയ്യും? എന്റെ ജീവിതമാകെ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. തൊട്ടപ്പുറത്തിരിക്കുന്ന കുടുംബക്കാരോട് എനിക്കത് പറയാൻ വയ്യ, എന്റെ മക്കളോട് എനിക്കത് പറയാൻ വയ്യ. പക്ഷെ ഞാൻ അവരോടൊപ്പം ജീവിക്കുമ്പോഴും ഉറങ്ങുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും എല്ലാം ഏതോ ഒരു സ്വകാര്യ നിമിഷത്തിൽ സംഭവിച്ചു പോയ ആ തെറ്റിനെ കുറിച്ചുള്ള വേവലാതികൾ എന്റെ മനസ്സിനെ വേട്ടയാടുന്നു. എനിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, എന്റെ കുടുംബത്തോളം സന്തോഷത്തോടുകൂടെ ജീവിക്കാൻ പറ്റുന്നില്ല എന്നാണ്. സഹോദരങ്ങളെ, എന്റെ ആസ്വാദനം കിട്ടാത്തത്, എന്റെ ഭക്ഷണങ്ങൾക്ക് രുചി കിട്ടാത്തത് മനസ്സ് അത്ര പ്രയാസമാണ്. കാരണം തൽക്കാലം ഒരു തെറ്റിന്റെ മുമ്പിൽ നിൽക്കുമ്പോഴേ പരലോകവും സ്വർഗവും നരകമൊക്കെ മറക്കാൻ ഒരുപക്ഷെ നമുക്ക് പറ്റിയേക്കാം, പക്ഷെ മനസ്സിന് പറ്റില്ല. കാരണം മനസ്സിൽ അല്ലാഹു അതിനെ സന്നിവേശിപ്പിച്ചിരിക്കുകയാണ്. മനസ്സിൽ അതുണ്ട്. നരകത്തെക്കുറിച്ചുള്ള ഒരു ഭയം നമ്മുടെ മനസ്സിനുണ്ട്. നാം മറന്നാലും മനസ്സത് വിസ്മരിക്കുന്നില്ല. എന്റെ വാചകമല്ല, നിങ്ങൾക്കൊക്കെ അറിയാം. ലാ ഉഖ്സിമു ബിയൗമിൽ ഖിയാമ വലാ ഉഖ്സിമു ബിന്നഫ്സിൽ ലവ്വാമ അയഹ്സബുൽ ഇൻസാനു അല്ലൻ നജ്മഅ ഇളാമ ബലാ ഖാദിരീന അലാ അൻ നുസവ്വിയ ബനാന ലാ ഉഖ്സിമു ബിയൗമിൽ ഖിയാമ. ഉയർത്തെഴുന്നേൽപ്പുനാളിനെ കൊള്ളെ ഞാനിതാ സത്യം ചെയ്തു പറയുന്നു. വലാ ഉഖ്സിമു ബിന്നഫ്സിൽ ലവ്വാമ,
ആക്ഷേപിക്കുന്ന മനസ്സിനെ കൊണ്ടും ഞാനിതാ സത്യം ചെയ്തു പറയുന്നു. ആക്ഷേപിക്കുന്ന മനസ്സാണ് പരലോകമുണ്ട് എന്നുള്ള തെളിവ്. അപ്പൊ എന്താ സഹോദരങ്ങളെ, നാം വിസ്മരിച്ചാലും നമ്മുടെ മനസ്സ് പറയും നീ അത് ചെയ്തില്ലേ, അങ്ങനെ ഒന്നും നീ ചെയ്തവനല്ലേ എന്ന് മനസ്സാക്ഷി നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കും. അതൊരു വല്ലാത്ത വേദനയാണ് സഹോദരങ്ങളെ, വല്ലാത്തൊരു പ്രയാസമാണത്. ഞാൻ പറഞ്ഞത് ആസ്വദിക്കണോ ജീവിതം 100%. ഉദ്ഖുലു ഫിസ്സിൽമി കാഫത്തൻ, സമ്പൂർണമായി നമ്മുടെ വിശ്വാസത്തിലും ആദർശത്തിലും ഇസ്ലാമിലേക്ക് വരിക. ഇപ്പൊ ഇവിടേക്ക് ഇരിക്കുന്ന ആൾക്കാരെ പരിശോധിച്ച സഹോദരങ്ങളെ, എത്ര താല്പര്യത്തോടുകൂടി നമ്മൾ ഈ ക്ലാസ്സിനൊക്കെ വന്നത്. നമ്മളൊക്കെ എത്രയോ ദീനിന്റെ ആദർശപരമായ കാര്യങ്ങളിലേക്ക് ഉയർന്നു വന്നു കഴിഞ്ഞു. എവിടെയോ ചെറിയ താല്പര്യങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ജീവിതത്തിൽ ഒരു കാഴ്ചപ്പാട് സൃഷ്ടിക്കുന്ന കാര്യത്തിൽ വന്ന എവിടെയോ സ്വകാര്യ ജീവിതത്തിൽ ഒരു തിന്മ, സഹോദരങ്ങളെ, അതിനെ പിഴുതെറിയാൻ നമുക്ക് നമ്മുടെ മനസ്സിൽ ആത്മധൈര്യം ലഭിക്കുന്നതോടുകൂടെ നാം മോചിപ്പിക്കപ്പെടുകയാണ്. ഒരു 10 or 20 വർഷം ജയിലിൽ കിടന്ന ഒരുത്തൻ പ്രകാശത്തിലേക്ക്, പകലിലേക്ക്, വെളിച്ചത്തിലേക്ക് വാതിൽ തുറന്നിറങ്ങുന്ന പോലെ സന്തോഷത്തിന്റെയും ആസ്വാദനത്തിന്റെയും ലോകത്തേക്ക് വരും. ഞാൻ എന്തിനാ പറഞ്ഞതെങ്കിൽ, നമ്മൾ ആസ്വാദനം എന്ന് കാണുന്നിടത്തൊന്നും ആസ്വാദനമില്ല സഹോദരങ്ങളെ. പലപ്പോഴും ആളുകൾ പറയാറുണ്ട് നല്ല നല്ല സന്തോഷകരമായ ദാമ്പത്യ ജീവിതമാണ്. പലപ്പോഴും ജീവിതത്തിലെ സന്തോഷം നഷ്ടപ്പെടുക എങ്ങനെയറിയും. അപ്പൊ നമ്മുടെ നാട്ടിൽ വെക്കേഷൻ ക്ലാസ്സിന് വന്ന നമ്മുടെ വീടുകളിൽ നിന്നൊക്കെയുള്ള നമ്മുടെ കുട്ടികൾ, ആ കുട്ടികളോട് ഞങ്ങൾ 10-60 കുട്ടികൾ ഇരിക്കുന്ന ക്ലാസ്സിൽ ഞാനൊരു ചോദ്യം ചോദിച്ചു. ആ ചോദ്യം നമ്മളോടൊക്കെ ചോദിക്കാൻ പറ്റിയൊരു ചോദ്യമാണ്. എന്താ വെച്ചാൽ, ഈ ആൺകുട്ടികളും പെൺകുട്ടികളും ഒന്നിച്ചുള്ള ക്ലാസ് റൂമിൽ ഏതെങ്കിലും ഒരു ആൺകുട്ടിയെ മാത്രം മനസ്സിൽ കൊണ്ടു നടക്കാത്ത ആളുകൾ കൈപൊന്തിക്കുന്ന, കൊണ്ട് നടക്കുന്ന ആൾക്കാർ, നടക്കാത്ത ആൾക്കാർ. 10-60 കുട്ടികളുള്ള ക്ലാസ് റൂമിൽ 4 കുട്ടികളെ കൈപൊന്തിച്ചത്. സഹോദരങ്ങളെ, നാം മനസ്സിലാക്കണം, നമ്മുടെ ചുറ്റുപാടുകൾ അങ്ങനെയാണ്. നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും, എൻ്റെ മനസ്സിൽ എൻ്റെ ഭാര്യ മാത്രമാണോ എനിക്കുള്ളത് എങ്കിൽ എൻ്റെ ദാമ്പത്യം ആസ്വാദകരമായിരിക്കും. ഒരല്പം എൻ്റെ മനസ്സ് പതറിപ്പോയാൽ എനിക്ക് ആ ജീവിതത്തിന്റെ സുഖം നഷ്ടപ്പെട്ടു പോകും. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം, അവിഹിതമായത് ആസ്വദിക്കാൻ ശ്രമിക്കുന്നവന് വിഹിതമായത് നഷ്ടപ്പെട്ടു പോകും. ഉറപ്പല്ലേ സഹോദരങ്ങളെ? അവിഹിതമായത് അനുഭവിക്കാൻ ശ്രമിക്കുന്നവർക്ക് വിഹിതമായത് നഷ്ടപ്പെട്ടു പോകും. സഹോദരങ്ങളെ, എന്തിന് നല്ലൊരു ജീവിതത്തെ നാം പാഴാക്കി കളയണം? നാം ആലോചിക്കണം, ചിന്തിക്കണം. നമ്മുടെ ഭാര്യയുടെ മനസ്സിൽ നമ്മളല്ലാത്തൊരു പുരുഷനില്ലെങ്കിൽ, അതല്ലേ ഇസ്ലാം വരച്ച വര, വല്ലദീനഹും ലിഫുറൂജിഹിം ഹാഫിളൂൻ ഇല്ലാ അലാ അസ്വാജിഹിം ഔ മാ മലക്കത് അയ്മാനുഹും ഫഇന്നഹും ഗൈറു മലൂമീൻ ഫമൻ ഇബ്തഗാ വറാഅ ദാലിക ഫഉലൈക ഹുമുൽ ആദൂൻ. വല്ലദീനഹും ലിഫുറൂജിഹിം ഹാഫിളൂൻ, അവർ ഗുഹ്യസ്ഥാനങ്ങളെ സൂക്ഷിക്കും. എന്നിട്ട് എത്ര സഹോദരങ്ങൾ ഇതിന്റെ പരിധി പറഞ്ഞത്? ഫമൻ ഇല്ലാ അലാ അസ്വാജിഹിം ഔ മാ മലക്കത് അയ്മാനുഹും, ആ രംഗത്തൊരു മോഹം സ്വന്തം ഇണകളിലല്ലാതെ ഇല്ല. എന്നിട്ട് അടുത്ത വാചകം എന്താ? ഫമൻ ഇബ്തഗാ വറാഅ ദാലിക ഫഉലൈക ഹുമുൽ ആദൂൻ, ആരെങ്കിലും അതിനപ്പുറത്തേക്ക് ആഗ്രഹിച്ചാൽ അവൻ പരിധി വിട്ടു കഴിഞ്ഞു, നന്മയുടെ അതിർവരമ്പുകൾ ലംഘിച്ചു കഴിഞ്ഞു, തിന്മയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു എന്നാണ്. സുഹൃത്തുക്കളെ, അങ്ങനെ പറയേണ്ട, ഒന്നുകൂടി വിശാലമായി പറയാം. നമ്മളിത്തുള്ളത് എത്ര ചെറിയ പൈസയാണെങ്കിലും അതിൽ അവിഹിതമായത് കൂടിക്കലർന്നിട്ടില്ലെങ്കിൽ ആ വിഹിതമായത് കൊണ്ട് നമുക്ക് ആസ്വദിക്കാം ജീവിതത്തെ. എന്നാൽ വിഹിതമായ ലക്ഷ്യങ്ങളിൽ അവിഹിതമായത് എത്ര ചെറിയ ശതമാനമാണെങ്കിലും നഷ്ടപ്പെട്ടു പോകും സഹോദരങ്ങളെ അനുഭവം. കാരണം അള്ളാഹുവിന്റെ കാരുണ്യമാണ് ഏറ്റവും വലുത്. അതുകൊണ്ട് ഏതു സാഹചര്യങ്ങളിലും ജീവിത കാഴ്ചപ്പാടുകളെ മാറ്റരുത്. ഞാൻ പറഞ്ഞത് ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഏറ്റവും വലിയ ആസ്വാദനം കിട്ടുക എങ്ങനെയാണെങ്കിൽ ഒരു നല്ല സത്യസന്ധമായ മനസ്സ്, തിന്മകളിൽ നിന്ന് മോചിതമായ വിശുദ്ധമായ ഒരു ഹൃദയം, അത് അനുഭവിക്കുന്ന പോലെ, അത് സന്തോഷിക്കുന്ന പോലെ ഈ ജീവിതത്തിൽ ആർക്കും സന്തോഷിക്കാൻ പറ്റൂല. നൂറുൻ അലാ നൂർ യഹ്ദില്ലാഹു ലിനൂരിഹി മയശാ. അള്ളാഹു നൽകുന്ന ആ ഹിദായത്തിനെ കുറിച്ച് അള്ളാഹ് പറഞ്ഞത് വെളിച്ചം എന്നാണ് സഹോദരങ്ങളെ. ആ വെളിച്ചം ആവോളം അനുഭവിച്ച് നമുക്ക് ജീവിക്കാൻ പറ്റും. അതുകൊണ്ട് ജീവിതത്തിന്റെ കാഴ്ചപ്പാടുകളിൽ നാം ഉൾക്കൊണ്ട ആദർശങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയും നമ്മൾ ചെയ്യാൻ പാടില്ല എന്നാണ്. അത് നഷ്ടപ്പെടുത്തിക്കൊണ്ടൊരു ആസ്വാദനമോ ഒരു ജീവിതമോ എനിക്കും നിങ്ങൾക്കും ഒരിക്കലും സാധ്യമല്ലെന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നു. സഹോദരങ്ങൾ, സമാധാനത്തിന്റെ വഴികൾ തുറക്കാൻ നമുക്ക് പറ്റുമോ? നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നിമിത്തങ്ങൾ ഉണ്ടാക്കാം. പടച്ചോൻ കാണിച്ചു തരണം ഓരോ വഴികളെ.
ഏതു രംഗത്തും അള്ളാഹു നമുക്കൊരു മാർഗദർശനം, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ വ്യക്തിപരമായ തീരുമാനത്തിൽ, നമ്മുടെ ബിസിനസ്സിൽ, എവിടെയും ഒരു തീരുമാനം നമ്മൾ എടുക്കുമ്പോൾ അള്ളാഹുവിന്റെ ഒരു കാരുണ്യവും ഒരു നോട്ടവും ആ തീരുമാനത്തിലുണ്ടോ, ജീവിതത്തിൽ ഒന്നും നമുക്ക് ഭയപ്പെടാനില്ല, ധൈര്യമായി മുന്നോട്ട് പോകാം. പക്ഷെ ആർക്കേ ആ ബർക്കത്ത് കിട്ടുള്ളൂ ഒരു സഹോദരങ്ങളെ? ഏത് രംഗത്തായാലും നമ്മളൊരു കുടുംബ ജീവിതത്തിൽ ഇടപെടുമ്പോഴും ഒരു ബിസിനസ്സിൽ ഇടപെടുമ്പോഴും അള്ളാഹുവിന്റെ പൊരുത്തം എനിക്ക് നഷ്ടപ്പെടുത്തരുതേ എന്ന് ഒരാൾ വിചാരിക്കുന്നുവോ അവന്റെ ജീവിതത്തിൽ ധൈര്യമായിട്ട് മുന്നോട്ട് പോകാം. പടച്ചോനൊന്ന് പിണങ്ങിയാലും എന്റെ സാമർത്ഥ്യം കൊണ്ട് ഞാൻ ജയിക്കും എന്ന് മനസ്സിൽ വിചാരിക്കുന്നവർ എത്തിച്ചേരുമോ സഹോദരങ്ങളെ? അള്ളാഹുവിന്റെ തൃപ്തി ആഗ്രഹിക്കുന്നവരെ അള്ളാഹു വഴി കാണിക്കും. എവിടേക്ക് സഹോദരങ്ങളെ? സുബ്രസലാം. ഒരു വഴിയല്ല കേട്ടോ, സുബ്രസലാം, സമാധാനത്തിന്റെ പാതകളിലേക്ക് അള്ളാഹു കൊണ്ടുപോകുന്നതാണ്. പടച്ചോൻ നമ്മൾ മറന്ന് കടന്നു കൊടുത്താൽ മതി. പടച്ചോന്റെ പൊരുത്തത്തിനെതിരെ ഒന്നും ചെയ്യാതെ മലർന്നു കടന്നാൽ പടച്ചോൻ നമ്മളെ കൊണ്ടുപോകും. സഹോദരങ്ങളെ, ഒരു ഇരുട്ടിലും നമ്മൾ എത്തിച്ചേരില്ല. അവന്റെ സമ്മതപ്രകാരം അവൻ ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് നയിക്കും. സിറാത്തുൽ മുസ്തഖീമിലേക്ക് അള്ളാഹു നമ്മളെ എത്തിക്കും. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പൊരുത്തം എന്റെ രഹസ്യത്തിലും എന്റെ ഏത് സ്വകാര്യതയിലും നാഥ നിനക്കിഷ്ടമില്ലാത്തതില്ല എന്ന് പറയാൻ പറ്റുന്ന ഒരു ജീവിതമാണ് സഹോദരങ്ങളെ. ഭയപ്പെടാതെ മുന്നോട്ട് പോകാൻ പറ്റും. ഞാൻ ചില ഉദാഹരണങ്ങളെ പറഞ്ഞുള്ളൂ. സഹോദരങ്ങളെ, ഇസ്ലാമികമായ ഒരു ജീവിത കാഴ്ചപ്പാട്, ഉറച്ച കാഴ്ചപ്പാട് നമ്മൾ ഉണ്ടാക്കുമ്പോൾ അത് നമുക്ക് ആസ്വാദകരമായ ഒരു ജീവിതമായി നമ്മുടെ അനുഭവ തലത്തിൽ വരും. സഹോദരങ്ങളെ, ഇതിനു വേണ്ടി ഒരു പശ്ചാത്തലം നമുക്കുണ്ട്. ഇവിടെ എല്ലാ ആളുകൾക്കുണ്ട്. എന്താ പശ്ചാത്തലം? നല്ല വേരുള്ള ഒരു വൃക്ഷമാണ് സഹോദരങ്ങളെ. നമ്മൾ വേരുള്ള വൃക്ഷം എന്ന് പറഞ്ഞത് ഞാൻ മനഃപൂർവ്വമാണ്. നിങ്ങൾക്കറിയാം, ഈ ആദർശത്തിന്റെ വിശുദ്ധിയും മഹത്വവും ആധികാരികതയും നിങ്ങൾക്കറിയില്ലേ സഹോദരങ്ങളെ? കാലങ്ങൾ പിന്നിട്ടപ്പോൾ എല്ലാവരും മാറ്റി തിരുത്തി ആശയക്കുഴപ്പങ്ങളിലാണ് മുഴുവൻ ആളുകളും, മുഴുവൻ പ്രസ്ഥാനത്തിന്റെയും ആളുകൾ. എന്നാൽ ആവേശത്തോടുകൂടി ഒരു കൊടുങ്കാറ്റ് പോലെ വിശുദ്ധ ഖുർആന്റെ ആശയങ്ങൾ ഗ്രാമാന്തരങ്ങളിലും വീടുകളിലും വിതറി മുജാഹിദ് പ്രസ്ഥാനം നാട്ടിലും ഗൾഫിലും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതെന്തുകൊണ്ടാണ് സഹോദരങ്ങളെ? നമ്മുടെ ആദർശത്തിന്റെ മഹത്വമാണ്. നിങ്ങൾ അറിയാത്തവരായിട്ടല്ല, പക്ഷെങ്കിലും ഞാനത് പറയാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് ഏറ്റവും സന്തോഷം എന്താ വെച്ചാൽ, ആളുകൾ എപ്പോഴും ചോദിക്കാനുള്ള ചോദ്യമാണ്. ഒരു കാസറ്റ് കൊടുത്താൽ, ഒരു CD കൊടുത്താൽ, തൗഹീദിനെ കുറിച്ച് പറഞ്ഞാൽ, ദീനിനെ കുറിച്ച് പറഞ്ഞാൽ ആളുകളൊക്കെ പറയും, നിങ്ങൾ പറയുന്നത് ശരിയാണെന്ന് കേൾക്കുമ്പോൾ തോന്നുന്നുണ്ട്. അത് അവിടുത്തെ ഉസ്താദുമാരുടെ ജനങ്ങളോട് പറയാ, അവരെ പ്രസംഗം നിങ്ങൾ കേട്ട ഒക്കെ ശരിയാണെന്ന് നിങ്ങൾക്ക് ഇങ്ങനെ തോന്നുന്നു. കേൾക്കുമ്പോൾ തന്നെ പറഞ്ഞു കൊടുക്കാം. പിന്നെ എന്താ ഒരു തടസ്സം? അവർക്ക് ആകെ പറയാനുള്ളൊരു തടസ്സം എന്താ? ഞങ്ങൾക്കൊരു തടസ്സമല്ല. എന്താ വെച്ചാൽ, ഞങ്ങളെ പണ്ഡിതന്മാർ, നിങ്ങളെ പണ്ഡിതന്മാരെ കണ്ട ഒരു പണ്ഡിതന്മാരാണ് തന്നെ തോന്നില്ല. അങ്ങനത്തെ കോലത്തില്ല. ഞങ്ങൾ ആളുകൾ എന്ന് പറഞ്ഞാൽ എത്ര ഉന്നതന്മാരായ പണ്ഡിതന്മാരാണ്, എത്ര വർഷങ്ങൾ ഓതി പഠിച്ചവരാണ്. അവർ ഞങ്ങളോട് നുണ പറയുമോ? അവർ ഞങ്ങളെ പറ്റിക്കുമോ? അവർ ഞങ്ങളെ നരകത്തിലേക്ക് കൊണ്ടുപോകുമോ എന്നാണ്. സഹോദരങ്ങളെ, അമ്പരന്ന് നിൽക്കുകയാണ് നമ്മുടെ നാട്ടിൽ. ഇവിടെയാണ് അതിന്റെ ചർച്ച ഏറ്റവും ചൂടെന്ന് എനിക്കറിയാം. ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾക്കറിയാം. അമ്പരം നിൽക്കാൻ, അതായത് നെറ്റിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടി കിട്ടി എന്ന് പറയുന്ന പണ്ഡിതന് കിട്ടിയ ആ മുടിക്കെട്ടുണ്ടല്ലോ, ഏതോ ഒരു സ്ത്രീയുടെ തലയിൽ നിന്ന് അടിവരെ നീണ്ടു നിൽക്കുന്ന മുടി പോലുള്ള ആ മുടിക്കെട്ടെന്നാണ് ആ മുടി കിട്ടിയത് എന്ന് കേട്ടിട്ട് എത്ര സത്യം പറയുള്ളൂ എന്ന് പറഞ്ഞാലും ഇത് സത്യമാവില്ലല്ലോ എന്നാണ്. അപ്പോ സംശയം മുടിയിൽ മാത്രമല്ല, എല്ലാ വിഷയത്തിലും മൊത്തം ഒരു ഭയങ്കരമായ അങ്കലാപ്പ് ജനങ്ങളിൽ സൃഷ്ടിച്ചിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ, സത്യം പറയുമെന്ന് വിശ്വസിച്ചിരുന്ന ആളുകൾ അസത്യം പറഞ്ഞു എന്ന് ജനങ്ങൾ വിശ്വസിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. നൂറുകണക്കിന് ചോദ്യങ്ങൾക്ക് ഒരു മറുപടി ഇല്ലാതെ നിൽക്കുകയാണ് സഹോദരങ്ങൾ. അത് വളർന്നതാണെന്ന് പറയുമ്പോൾ ഇപ്പോൾ നിലവിലുണ്ടെന്ന് പറയുന്ന സ്ഥലത്തെ മുടികളൊന്നും വളരുന്നില്ലേ, എത്ര ശതമാനം വളരുന്നു എന്നൊക്കെയുള്ള 100 ചോദ്യങ്ങൾ സാധാരണക്കാർ ഒരു ചോദ്യം ചോദിക്കാത്ത ആൾക്കാരെ പോയി ചോദിക്കുന്നത്. എന്ത് കേട്ടാലും അങ്ങനെ വിശ്വസിച്ചിരുന്ന ആളുകൾ ചോദ്യം ചോദിക്കാൻ തുടങ്ങാണ്. അപ്പം തരൂ, നമുക്കത് കേൾക്കുമ്പോൾ തോന്നുന്നൊരു കാര്യം, നമ്മുടെ ആദർശത്തിന്റെ ശക്തിയാണ് സഹോദരങ്ങൾ. മരിക്കുന്ന സമയത്ത് ചെല്ലാൻ പോകുന്ന ആ കെലിമയുടെ അർത്ഥം മനസ്സിലാക്കാൻ ഭാഗ്യം സിദ്ധിക്കാത്ത 10,000-കൾക്കിടയിൽ അറിഞ്ഞില്ലേ സഹോദരങ്ങളെ കെലിമന്റെ അർത്ഥം? അതിനേക്കാളും വലിയ സൗഭാഗ്യം ഈ ലോകത്ത് എന്താണ് നമുക്ക് ലഭിക്കാനുള്ളത്? ഏതെങ്കിലും സാഹചര്യത്തിൽ ശിർക്കിന്റെ ഒരു അവസ്ഥയും നമുക്കില്ല. ആ ഒരു മനസ്സ് എന്ന് പറഞ്ഞാൽ ശക്തമായ ഒരു മനസ്സാണ്.
ആ തൗഹീദ് ഉൾക്കൊണ്ട ആളുകൾ എന്ന നിലക്ക് സഹോദരങ്ങളെ പ്രതീക്ഷിക്കാൻ എനിക്കും നിങ്ങൾക്കും വകണ്ട്. പക്ഷേ മറന്നു പോകരുത് കേട്ടോ, എത്ര ചെറിയൊരു തിന്മയാണെങ്കിലും ആ തിന്മയുടെ ഫലം അനുഭവിച്ചിട്ടേ സഹോദരങ്ങളെ മുന്നോട്ട് പോകാൻ പറ്റും. വമൻ യഅമൽ മിസ്കാല ദർറത്തിൻ ശർറൻ യറഹു, കാണിച്ചു തരുമെന്നാണ്. അതുകൊണ്ട് ആ ആദർശത്തിന്റെ കരുത്ത് നമുക്കുള്ളതോടൊപ്പം തന്നെ നമ്മുടെ തിന്മകളെ കുറിച്ച് നമ്മൾ ഭയപ്പെടണം. രണ്ടാമത്തെ കാര്യം കുറച്ചും കൂടെ കാര്യമാണ്. എന്ത് കാര്യങ്ങളിലും ഏതു സാധാരണക്കാരനും ഇന്ന് നാട്ടിൽ അറിയാൻ പറ്റും എന്ന് പറഞ്ഞാൽ ദീനിലുള്ളതും ദീനിലില്ലാത്തതും തിരിച്ചറിയുവാനുള്ള ശരിയായൊരു മാനദണ്ഡം സഹോദരങ്ങളെ നമ്മൾ പഠിച്ചു, നമ്മൾ ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുത്തു. അപ്പൊ ആൾക്കാർ നാട്ടിൽ ചോദിക്കുന്ന ചോദ്യമാണെന്ത്, നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും, ഖുർആൻ ഓതുന്നതിൽ എന്താ തെറ്റ്? ഖുർആൻ ഓതാൻ പാടില്ലാത്ത സ്ഥലത്തല്ലേ ഖുർആൻ ഓതാതിരിക്കേണ്ടതുള്ളൂ? മരിച്ചൊരു വീട്ടിൽ ഒരല്പസമയം മയ്യത്ത് അവിടെ കിടക്കുമ്പോൾ ഒരാൾ മുസാഫ് എടുത്ത് ഓതിയാൽ എന്തു തെറ്റെന്നാണ്. എന്താ മറുപടി? നമ്മളൊക്കെ അത് പഠിച്ചു മനസ്സിലാക്കി വേർതിരിഞ്ഞ ആൾക്കാർ എന്താ സഹോദരങ്ങളെ മറുപടി? എന്താ മറുപടി? ആലോചിച്ച് നോക്കൂ നിങ്ങൾ. നമുക്ക് മറുപടിക്ക് രണ്ടാമതൊന്നും ആലോചിക്കേണ്ട. എന്താ ആലോചന? ഇസ്ലാം അതിന്റെ പൂർണ്ണമായ ഒരു വ്യാജവും കലരാതെ വ്യക്തതയോടുകൂടെ ലോകത്ത് നിലനിന്നത് എന്നാണെന്ന് എനിക്കും നിങ്ങൾക്കും അറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ഇത് അവതരിച്ച് ഏറ്റവും സത്യസന്ധരായ അള്ളാഹു തൃപ്തിപ്പെട്ട ലോകാവസാനം വരെ ജനങ്ങൾക്ക് മാതൃകയായി എടുത്തു കാണിച്ച ഖൈറുന്നാസ് എന്ന് പറയുന്ന സ്വഹാബത്തിലൂടെ ആ ഇസ്ലാമിനെ ലോകത്തിന് സാക്ഷിയാക്കി കാണിച്ചു കൊടുത്തു അള്ളാഹു. ഇപ്പൊ നമുക്ക് ഒറ്റ ചോദ്യമുള്ളൂ, എന്ത്? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി കിടക്കുമ്പോൾ ആയിരക്കണക്കിന് കാര്യങ്ങൾ ഉണ്ടായിട്ട് ആരെ ഓതി? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ജനാസക്കരികിലിരുന്ന് ആരാണ് ഓതിയത്? ഇസ്ലാമിലുണ്ടോ അവർ ചെയ്തിരിക്കും. എത്ര കൃത്യമാണ് സഹോദരങ്ങളെ ഉത്തരം. ഒരു ഭയമില്ലാതെ ഏത് കാര്യത്തിൽ നമുക്ക് പറയാൻ പറ്റും, എന്ത് ചോദിച്ചാലും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിന് ശേഷം ദശാബ്ദങ്ങളോളം ജീവിച്ച ആയിഷ റളിയല്ലാഹു അൻഹ ഒരു റബീഉൽ അവ്വലിലും പ്രത്യേകം ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ ഇസ്ലാമിലുണ്ടോ അവർ ചെയ്തിരിക്കും. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുബഹി നമസ്കാരം കഴിഞ്ഞ് ഞങ്ങളുടെ നേരത്തിൽ വല്ലാത്തൊരു ഉപദേശമായിരുന്നു. ശരിക്കും ഞങ്ങളുടെ കണ്ണുകൾ നനയുന്ന ഒരു ഉപദേശം. സഹാബത്ത് ചോദിച്ചു, ഒരു മുബദ്ദിഇനെ പോലെ മരിക്കാൻ പോകുന്ന ഒരാൾ ഒരു മരണോപദേശം നൽകുന്ന പോലെ ഗൗരവത്താണല്ലോ പ്രവാചകരെ ഈ ഉപദേശം. അങ്ങനെയെങ്കിൽ ഔസിന, ഞങ്ങൾക്കൊരു ഉപദേശം തരൂ പ്രവാചകരെ. അതിൻ്റെ ഒരു സന്ദർഭമാണെങ്കിൽ സഹോദരങ്ങളെ, ലോകാവസാനം വരെ ഈ മുസ്ലിം ഉമ്മത്തിന് കാത്തു സൂക്ഷിക്കാനുള്ള 3 കാര്യം റസൂലുള്ളാഹി പറഞ്ഞു കൊടുത്തു. ഒന്നെന്താണ്? ഇത്തഖുള്ള, അള്ളാനെ സൂക്ഷിക്കണം. സഹോദരങ്ങളെ, ജോലി സ്ഥലത്തും ജോലി കഴിഞ്ഞ് റൂമിലും സൗദി അറേബ്യയിലും നാട്ടിൽ കേരളത്തിൽ ചെന്നാൽ അവിടെയും വിമാനത്തിൽ കയറിയാൽ അവിടെയും ഇത്തഖുള്ള, അള്ളാഹുവിനെ സൂക്ഷിക്കണം. അള്ളാഹുവിന് ഇഷ്ടമില്ലേ മാറി നിൽക്കണം. അള്ളാഹുവിന് ഇഷ്ടമുണ്ടോ എല്ലാവരും പുറകോട്ട് നിന്നാലും നാം കയറി നിൽക്കണം. ഇംതിസാലു അവാമിരി വജ്തിനാബു നവാഹിഹി, കൽപ്പനകളെ സ്വീകരിക്കുക, വിരോധങ്ങളെ ആത്മധൈര്യത്തോടെ വർദ്ധിക്കുക. ഭാര്യയും കുട്ടികളും നിലവിളിച്ചാലും അയൽവാസികൾ ബഹിഷ്കരിച്ചാലും ഉൾക്കൊണ്ട സത്യത്തിൽ നിന്ന് പുറകോട്ടേക്ക് പോകാത്ത സൂക്ഷ്മത. രണ്ടാമത്തത് അനുസരിക്കണം, നേതൃത്വത്തെ അനുസരിക്കണം. മുസ്ലിം ഉമ്മത്തിന് നേതൃത്വം നൽകുന്നത് ആരാണോ അവരെ അനുസരിച്ച് മുന്നോട്ട് പോകണം. മൂന്നാമത്തെ എന്താണ് സഹോദരങ്ങളെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വമയ്യഅ്മിൻകും വസയറ ഇഖ്തിലാഫൻ കസീറ, എനിക്കു ശേഷം ജീവിക്കുന്നവർ തീർച്ചയായും കാണും എന്ത്? അഭിപ്രായ വ്യത്യാസങ്ങൾ. അപ്പൊ എന്ത് ചെയ്യണം? അലൈക്കും ബിസുന്നതി വസുന്നതിൽ ഖുലഫാഇർ റാഷിദീനൽ മഹ്ദിയീൻ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ എന്ത് ചെയ്യണം സഹോദരങ്ങളെ? ഖുർആനും ഹദീസും നോക്കണം. ഖുർആൻ ഹദീസും എങ്ങനെ നോക്കണം? ഖുർആനും ഹദീസും അവതരിപ്പിക്കപ്പെട്ട ഖുലഫാഉർ റാഷിദീങ്ങൾ, എന്റെ ഉമ്മത്ത്, അവരെങ്ങനെ അതിനെ പ്രയോഗവൽക്കരിച്ചു നിങ്ങൾക്ക് നോക്കാം. അലൈക്കും ബിസുന്നതി, എന്റെ സുന്നത്ത്, വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീനൽ മഹ്ദിയീൻ, സത്യരതരായ ഖലീഫമാരുടെ പാന്താവ്. എന്നിട്ട് റസൂൽ നിർത്തിയ സഹോദരങ്ങളെ, വഖുദ്ദു അലൈഹാ ബിന്നവാജിദ്, കടിച്ചു പിടിച്ചോ അണപ്പല്ലുകളെ കൊണ്ട്, വേറിട്ട് പോവാതെ. സഹോദരങ്ങളെ, ആദർശത്തിന്റെ കരുത്താണത്. ഒരു സലഫി ആദർശം സ്വീകരിച്ച ഒരുത്തനെ എവിടെ വെച്ചും ചോദിക്കാം, സ്വഹാബത്ത് ചെയ്തു, സ്വഹാബത്തിൽ മാതൃകണ്ടു. നിസ്കാരം കഴിഞ്ഞ് തിരിഞ്ഞിരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു സ്വഹാബി ഇമാമായി തിരിഞ്ഞിരുന്ന് പ്രാർത്ഥിച്ച് ആമീൻ പറഞ്ഞു ഇല്ലെന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ പിന്നെ ഒരു പരിശോധന ഉണ്ടോ? പിന്നൊരു പരിശോധന അല്ല.
നമ്മുടെ ആദർശത്തിന്റെ കരുത്താണ്. തൗഹീദിന്റെ കരുത്ത് മുഴുവൻ ബിദ്അത്തുകളെയും അതേപോലെ തന്നെ സുന്നത്തുകളെയും വേർതിരിച്ചറിയാനുള്ള ലോകാവസാനം വരെയുള്ള മാനദണ്ഡം, സലഫുകളുടെ മാർഗത്തെ അവലംബിക്കണമെന്ന വഴി, ആദർശത്തിന്റെ കരുത്ത്. സഹോദരങ്ങളെ, അതിലുപരി പരിശോധിക്കൂ നിങ്ങൾ. നമുക്ക് മാത്രം അവകാശപ്പെട്ടതാണ്, ഞാൻ വെറുതെ പറയല്ല. നോക്കൂ, ദീനിയായി തന്റെ കുടുംബത്തെ ഒന്ന് നന്നാക്കിയെടുക്കണമെന്ന് താല്പര്യമുള്ളവര് നമ്മുടെ CD സെന്ററുകളിൽ കയറി വരും. അവൻ നമ്മുടെ ആദർശക്കാരനാകണമെന്നില്ല. MSM സംസ്ഥാന കമ്മിറ്റി നടത്തിയ വെക്കേഷൻ ക്ലാസ്സുകളിൽ വന്നത് സഹോദരങ്ങളെ മുജാഹിദ് വീടുകളുടെ കുട്ടികളായിരുന്നില്ല. എന്റെ കുട്ടി അവിടെ എത്തിയാൽ നന്നാവും. 12:45 തുടങ്ങുന്ന ജുമാ ആരംഭിക്കുന്നതിന് മുമ്പ് എന്തോ കാഴ്ച കാണാൻ വന്ന കാഴ്ചക്കാരെ പോലെ ജുമാക്ക് ആളുകൾ വന്നിങ്ങനെ മിഹ്റാബിന്റെ നേരക്ക് നോക്കിയിരിക്കുക സഹോദരങ്ങളെ. 4ഉം 5ഉം ഫ്ലോറുകളിൽ നിസ്കരിക്കാൻ സമയത്ത് വന്നിരുന്നൊരു കാലഘട്ടം നിങ്ങൾക്ക് ഓർമ്മല്ലേ? ജുമാക്ക് ഹൗദിന്റെ കരയിൽ തിരക്കിയിരുന്ന്. ഇന്ന് അങ്ങനെയല്ല. നാട്ടിൽ വന്നിട്ട് ഇങ്ങോട്ടൊന്ന് പള്ളിയിൽ നിരീക്ഷിച്ചു നോക്കുന്നത്. ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് ആളുകൾ നിറഞ്ഞു പള്ളിയിൽ. പിന്നെ സ്ഥലമല്ല. എന്തേ സംഭവിച്ചു സഹോദരങ്ങളെ? ദീൻ കേൾക്കാൻ അതിനവിടെ വരണമെന്നറിയാം. വന്നവരിൽ എത്ര ശതമാനമുണ്ട് മുജാഹിദുകൾ? ഇല്ല. പള്ളി കുറച്ചൊരു ഒഴിഞ്ഞ സ്ഥലത്ത് ആള് കാണാത്തോടത്താണെങ്കിൽ ധൈര്യമായി വരുന്നു ആളുകൾ. മാറ്റമാണ് സഹോദരങ്ങളെ, മാറ്റം. വീട്ടിൽ ഒറ്റക്ക് പോയിരുന്ന് സീഡികൾ കേൾക്കുന്നവരുണ്ട്. ദീൻ സത്യസന്ധമായി ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ നമ്മളെ ഉള്ളൂ. ജനങ്ങൾക്ക് അതേ വിശ്വാസമുള്ളൂ സഹോദരങ്ങളെ. ഒരു വ്യക്തമായ ആദർശം തൗഹീദിൽ, നമ്മുടെ മതപരമായ മറ്റു കാര്യങ്ങളിൽ, ദീനിന്റെ രംഗങ്ങളിൽ ശക്തമായൊരു നിലപാടുണ്ട് നമുക്ക്. സഹോദരങ്ങളെ, നാം ഒന്നുകൂടെ ചെയ്താൽ മതി, ഒന്നുകൂടെ ചെയ്താൽ മതി. ഇതൊന്ന് നമ്മുടെ കുടുംബത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. സഹോദരങ്ങളെ, വൈകിപ്പോയിരിക്കുന്നു. നാം വളരെ ഗൗരവത്തോടുകൂടെ പരിഗണിക്കേണ്ട ഒരു വിഷയമാണ്. മക്കൾ ഒരു പുതിയ ജീവിത രീതിയിലേക്ക് നമ്മുടെ നാടുകളിൽ പരിവർത്തിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ 2 ചോദ്യം ഈ സദസ്സിനോട് ചോദിക്കുന്നു ആത്മാർത്ഥമായി. നിങ്ങളുടെ വീട്ടിൽ കുട്ടികളുള്ള, കുടുംബമുള്ള വീട്ടുകാരോട്. സഹോദരങ്ങളെ, നിങ്ങൾക്കൊരു പെൺകുട്ടി ഉണ്ടെന്ന് വിചാരിക്കും. ആ പെൺകുട്ടി വളരെ ചെറിയൊരു കുട്ടിയാണ്. ഒരു 5ഓ 6ഓ വയസ്സുള്ളൂ വിചാരിക്കുന്ന 4 വയസ്സ്. സഹോദരങ്ങളെ, ദേഹത്തൊട്ടിയ ഒരാൺകുട്ടി ധരിക്കുന്ന ഒരു വസ്ത്രവും വളരെ വൃത്തികെട്ട ഒരു വേഷവും ആ കുട്ടിക്ക് ധരിപ്പിച്ചു കൊടുക്കുവാൻ നമ്മുടെ മനസ്സ് സമ്മതിക്കുമോ? സമ്മതിക്കുമെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാം, ആ കുട്ടിയെ ഭാവിയിൽ ഒരു പുതിയ സംസ്കാരത്തിന് വേണ്ടി പരിശീലിപ്പിക്കുകയാണ് നാം. അത് ഇന്നു ധരിക്കാൻ അവർക്ക് പറ്റിയാൽ അടുത്ത ഭാവിയിൽ അത് ധരിക്കാൻ പറ്റും. പുതിയ സംസ്കാരങ്ങൾ നമ്മുടെ കുട്ടികൾ ഇവിടെ കുറവാണ്. ഞാൻ UAE-യിലൊക്കെ പോകുമ്പോൾ കാണുമ്പോൾ കുടുംബത്തോടൊപ്പം കുട്ടികൾ വരുമ്പോൾ മുഖം പോലും മറച്ചിട്ടാണ് ഉമ്മമാർ വരുന്നത്. പക്ഷേ ഒരിക്കൽ പോലും സഹോദരങ്ങളെ, വൃത്തികെട്ട ഏറ്റവും വിരൂപമായ വേഷത്തിലാണ് മക്കൾ പ്രത്യക്ഷപ്പെടുന്നത്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, എന്നും ടൈറ്റായ ഒരു വസ്ത്രം ധരിക്കുന്നവന് കുറച്ച് അയഞ്ഞൊരു വസ്ത്രം ധരിക്കണമെങ്കിൽ പെട്ടെന്ന് അത് ശീലമാകാൻ ഒരു ദിവസം പിടിക്കും. നമ്മുടെ കുട്ടികൾക്ക് ശീലമില്ലാത്ത വസ്ത്രങ്ങളെ ശീലിപ്പിച്ചു കൊടുക്കുന്നു. ആൺകുട്ടികളുടെ പാൻസും ആൺകുട്ടികളുടെ വസ്ത്രവും സഹോദരങ്ങളെ, അവൻ ഭാവിയിൽ ധരിക്കാൻ പാടില്ലാത്ത വസ്ത്രം ഇന്നവന് നൽകിയിരിക്കുന്നു. രണ്ടാമത്തൊരു കാര്യം ഞാൻ പറയുകയാണ് സഹോദരങ്ങളെ, ടെലിവിഷൻ ചില്ലറ അപകടങ്ങളെല്ലാം ഉണ്ടാക്കുന്നത്. നമ്മുടെ നാട്ടിൽ നിന്നുള്ള പത്രത്തിലെ വാർത്തകൾ സഹോദരങ്ങളെ എനിക്ക് നിങ്ങളോട് പറയാൻ കഴിയുന്നതിനപ്പുറത്താണ്. അത്രയും വിരൂപമാണ്. രതിവൈകൃതങ്ങളുടെ ചിത്രങ്ങൾ ആളുകളുടെ മനസ്സിനെ ക്രൂരമാക്കി തീർത്തിരിക്കുന്നു. ഒരു പിഞ്ചോമന പൈതലിനെ കൊന്ന് ഒരു മരപ്പൊത്തിൽ തിരുകി വെച്ചത് ഇന്നലെ പത്രത്തിൽ നിങ്ങൾ വായിച്ചു. മനുഷ്യന്റെ വൈകാരികതകളെ അവിഹിതമായി ഉദ്ദീപിപ്പിക്കുവാനുള്ള സാഹചര്യങ്ങൾ നമ്മുടെ നാട്ടിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തെന്നാ അത് കിട്ടുന്നു വെച്ചാൽ ടിവിയിൽ നിന്നാണ്. ചെറിയ കുട്ടികളുടെ മനസ്സ് മുതൽ വലിയ ആളുകളുടെ മനസ്സ് വരെ. ഞാൻ എപ്പോഴും എൻ്റെ പ്രസംഗത്തിൽ പറയാനുള്ളൊരു ഉദാഹരണമാണ്, എങ്കിലും ഞാൻ ആവർത്തിക്കുന്നു. എൻ്റെ അയൽപക്കക്കാരനായ എൻ്റെ സുഹൃത്ത് വീട്ടിൽ താമസം ആരംഭിച്ചപ്പോൾ ചെറിയ കുട്ടി 6 വയസ്സോ 5 വയസ്സോ ഉള്ള കുട്ടി മടിയിലേക്ക് കയറി വന്നപ്പോൾ കുട്ടിയോട് ഒരു കുശലം ചോദിക്കുക എന്നുള്ളൊക്കെ കുട്ടിയോട് ചോദിച്ചു. മേലെ ആ പുതിയ വാർപ്പിന്റെ വീടിന്റെ ആ കോൺക്രീറ്റിന് താഴെ നിൽക്കുന്ന ഉക്ക് എന്ന് പറയും, ഇതെന്തിനാണ് പറ്റുക മോളെ എന്ന് ചോദിച്ചപ്പോൾ കുട്ടി പറഞ്ഞു, ചെറിയ കുട്ടിയെ തൊട്ടി കെട്ടാൻ പറ്റും പാപ്പ, പിന്നെന്തിനു പറ്റും, ഫാന് തൂക്കാൻ പറ്റും. ഇനി എന്തിനാണ് പറ്റുക? കുട്ടിയുടെ മറുപടി, തൂങ്ങി മരിക്കാൻ പറ്റും. 5 വയസ്സായ കുട്ടിക്കത് പറയാൻ ആര് സഹോദരങ്ങളെ പഠിപ്പിച്ചു? വാർത്ത മാത്രമാണ് കാണുന്നതെന്ന് പറയുന്നവരുണ്ട്. വാർത്ത മാത്രം കാണാൻ. ഏറ്റവും വൃത്തികെട്ട പരസ്യം വാർത്തയിലല്ലേ സഹോദരങ്ങളെ ഉള്ളത്? പരീക്ഷണത്തിന് വേണമെങ്കിൽ ഞാൻ പറയാം,
വൃത്തികെട്ടൊരു പരസ്യം സ്ക്രീനിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ അത് താല്പര്യത്തോടെ നോക്കിയിരിക്കുന്നുവോ നിങ്ങൾ? എങ്കിൽ പുറകിൽ നിന്ന് നിങ്ങളുടെ ഭാര്യ നിങ്ങളെ വിളിക്കും, എഴുന്നേറ്റ് പോയിക്കൂടെ മനുഷ്യ എന്ന് ചോദിക്കും. എന്റെ ചെറിയൊരു വിശ്വാസക്കുറവ് അവളുടെ മനസ്സിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു. ഇത്തരം വൃത്തികേടുകൾ നോക്കിയിരിക്കാൻ പറ്റുന്നവന്റെ മനസ്സിൽ നന്മയില്ലെന്ന് നിങ്ങളുടെ ഭാര്യയ്ക്ക് വിലയിരുത്താൻ ഒരു നോട്ടം മതി സഹോദരങ്ങളെ. ഒരു ദാമ്പത്യത്തിന്റെ വിശ്വാസത നഷ്ടപ്പെടുത്താൻ ടെലിവിഷൻ സ്ക്രീനുകൾക്ക് ഒരു നിമിഷം മതി സഹോദരങ്ങളെ. ഇതൊന്നും വ്യാഖ്യാനിച്ചുണ്ടാക്കി പറയുന്നതല്ല. എന്റെ അനുഭവങ്ങളും എന്റെ കാതുകൾ കേട്ട കാര്യങ്ങളും എനിക്കത്രയും അത് ബോധ്യപ്പെടുത്തിയിരുന്നു. 150 രൂപയും 200 രൂപയും കൊടുത്ത് വീട്ടിൽ കേബിളിന്റെ വയറുകളുണ്ടെങ്കിൽ അത് ഇന്ന് ഇവിടെ നിന്ന് കഴിഞ്ഞ് ഫോൺ വിളിച്ച് അത് അറുത്തു മുറിച്ചിടണമെന്ന് പറയാൻ ആത്മധൈര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തെ നിങ്ങൾ വിചാരിച്ച ലക്ഷ്യത്തിലേക്ക് നയിക്കാനാവില്ല സഹോദരങ്ങളെ. അതാണ് ഞാൻ പറഞ്ഞത്, നാം ഉൾക്കൊണ്ട ഈ ആദർശ വിഷയത്തെ നമ്മുടെ കുടുംബത്തിലേക്ക് ചേർക്കണം. സൂറത്തുൽ ലുഖ്മാനാണ് ലേണിംഗ് ക്ലാസ്സിൽ ഒരു സ്ഥലത്ത് ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അല്പം സൂക്ഷ്മമായി ലേണിംഗ് ക്ലാസ്സിന് വേണ്ടി തഫ്സീറുകൾ പരിശോധിച്ചപ്പോൾ വലഖദ് ആതൈനാ ലുഖ്മാനൽ ഹിക്മത അനിഷ്കുറിലില്ല ആയത്ത് പഠിച്ചപ്പോൾ ഹിക്മത്തിന്റെ അർത്ഥം അഗാധ ജ്ഞാനം, വിജ്ഞാനം എന്നൊക്കെയാണ് അർത്ഥം. പക്ഷേ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി കൊടുത്തിരിക്കുന്നു അൽ ഇൽമു മഅൽ അമൽ, പ്രായോഗിക ജ്ഞാനം. സഹോദരങ്ങളെ, സന്ദർഭത്തിൽ പഠിപ്പിച്ചു കൊടുക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അത് നമ്മുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ നമ്മൾ അവസരങ്ങൾ പ്രയോജനപ്പെടുത്തണം. ഇവിടെയാണെങ്കിലും നാട്ടിലാണെങ്കിലും മക്കളോടൊപ്പം നിങ്ങൾ വേണം. കുട്ടികൾക്ക് കിട്ടേണ്ട ചില പ്രായോഗിക വിജ്ഞാനം മാതാപിതാക്കൾ ഇടപെട്ട് നൽകണം. പ്രായപൂർത്തിയായ പെൺകുട്ടിക്ക് സൂറത്തുൻ നൂർ തുറന്നു വെച്ച് മഹറമാരെന്ന് പഠിപ്പിച്ചു കൊടുക്കണം. ക്ലാസ്സിലിരിക്കുന്ന ആൺകുട്ടികളോട് ആങ്ങളയോട് പെരുമാറുന്ന പോലെ പെരുമാറാമെന്ന് നിങ്ങളുടെ പെൺകുട്ടികൾ പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു സഹോദരങ്ങളെ. മാറ്റം നമ്മൾ ഉണ്ടാക്കണം. രാവിലെ വീട്ടിന്റെ മുറ്റത്തെ തിണ്ടിൽ നിന്നുകൊണ്ട് മുറ്റത്തേക്ക് തുറന്ന് മൂത്രമൊഴിക്കുന്ന നമ്മുടെ ചെറിയ കുട്ടിയോട് മോനെ മൂത്രമൊഴിച്ച് അങ്ങനെ എഴുന്നേറ്റ് പോകുമ്പോൾ മൂത്രവും വെള്ളവും ഒന്നല്ലെന്ന് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് മദ്രസിൽ നിന്നല്ല സഹോദരങ്ങളെ. അവൻ മൂത്രമൊഴിക്കാൻ തുടങ്ങുമ്പോൾ ഇത് മാലിന്യമാണെന്നും ഇത് അപകടമാണെന്നും ശ്രദ്ധിക്കണം, വൃത്തിയാക്കണമെന്ന് പഠിപ്പിക്കേണ്ടത് മാതാപിതാക്കളാണ് സഹോദരങ്ങളെ. പ്രായപൂർത്തിയായി വരുന്ന നിങ്ങളുടെ ആൺകുട്ടികൾക്ക് ഒരു നല്ല മാനസികാവസ്ഥയും വിശ്വാസവും പകർന്നു നൽകുന്ന നമ്മളാണ്. ഞാൻ ആരാണോ, എന്റെ മനസ്സിൽ സ്വർഗത്തെക്കുറിച്ച് എന്തുണ്ടോ അതെന്റെ മക്കൾക്ക് എന്നിൽ നിന്ന് ലഭിക്കണം. അള്ളാഹുവിനെ കുറിച്ച് ഞാൻ എന്തു മനസ്സിലാക്കിയോ അതെന്റെ മക്കൾക്ക് കിട്ടണം. അതല്ലേ സഹോദരങ്ങളെ ലുഖ്മാൻ പ്രായോഗികമായി തന്റെ മക്കൾക്ക് പകർന്നു നൽകുന്നത്? നമ്മൾ അത്തരം കാര്യങ്ങളെക്കുറിച്ച് കുടുംബത്തെ ഇസ്ലാമികവൽക്കരിക്കുന്നതിൽ നാം നമ്മുടേതായ പങ്ക് നിർവഹിക്കണം. ഒന്നുകൂടെ എനിക്ക് പറയാനുണ്ട് സഹോദരങ്ങളെ, നമുക്ക് വല്ലാത്തൊരു പ്രതിഫലം നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ പ്രബോധന പ്രവർത്തനങ്ങൾ ചെറുതല്ലത്. ഞാൻ ഉദാഹരണം പറയാറുണ്ട്. ഞാൻ ആ ഉദാഹരണം നിങ്ങളോട് ആവർത്തിക്കുകയാണ്. ലോഹർക്ക് പള്ളിയിലേക്ക് ജമാഅത്തിന് പോകുന്നവനാണ് ഞാനും നിങ്ങളും നിത്യം. പോകാൻ ഒരുങ്ങിയപ്പോൾ ഒരു അരമണിക്കൂർ മുമ്പ് നമ്മൾ പുറപ്പെട്ടു. അയൽവാസിയുടെ വീട്ടിൽ കയറി അവന്റെ സുഖാന്വേഷണങ്ങൾ നടത്തി അവരോട് പറഞ്ഞു, എപ്പോഴും ബാങ്ക് കൊടുത്താൽ വീട്ടിലിരിക്കലാണ് അയാൾ. ഇവിടെ തൊട്ടടുത്ത് പള്ളിയുണ്ടല്ലോ, നിസ്കരിക്കണ്ടേ, ഇതല്ലേ നമുക്കുണ്ടാവുള്ളൂ എന്നൊക്കെ സംസാരിച്ചപ്പോൾ നമുക്ക് ഒന്നിച്ചു പോകാറുണ്ട് ജമാഅത്തിന് വേണ്ടി വന്നു. പള്ളിയിൽ ജമാഅത്ത് നമസ്കരിച്ച അദ്ദേഹം പിന്നെ ജീവിതാവസാനം വരെ അയാൾ ജമാഅത്ത് നമസ്കരിച്ചു. അറ്റാക്കായി ഇശാ നമസ്കാരത്തിന് മൗമുമായി നിൽക്കുമ്പോഴും മരണപ്പെടുമ്പോഴും അദ്ദേഹം ഒരു ജമാഅത്ത് നമസ്കാരത്തിലായിരുന്നു. സുഹൃത്തുക്കളെ, അരമണിക്കൂർ നേരത്തെ പുറപ്പെട്ട് ജമാഅത്ത് നമസ്കാരത്തിന് തന്റെ സുഹൃത്തിനെ കൂട്ടിക്കൊണ്ടുവന്ന ആ സഹോദരന് ഓരോ ജമാഅത്ത് നമസ്കാരത്തിന്റെ ഈ പ്രതിഫലത്തിന് ലഭിക്കൂലേ? കിട്ടും സഹോദരങ്ങളെ. ഏതെങ്കിലും നിങ്ങൾ ഒരാളെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് അവന്റെ മനസ്സിൽ ഇന്ന് 2 CD കേൾക്കാമെന്നൊരാഗ്രഹം ജനിച്ചാൽ അവന്റെ മാറ്റത്തിന് ഓരോ പങ്കും നമുക്ക് ലഭിക്കും. കണക്കില്ലാത്ത പ്രതിഫലമാണ് പരലോകത്തിൽ ലഭിക്കാൻ പോകുന്നത്. സഹോദരങ്ങളെ, ചെറുതല്ല. പ്രബോധന രംഗത്ത് നമ്മൾ മാറി നിൽക്കരുത്. നാം ആത്മാർത്ഥമായി നിഷ്കളങ്കമായി നമ്മൾ പ്രവർത്തിക്കണം. ഒരു പക്ഷേ ഈ ഇസ്ലാഹി സെന്റർ ഞാൻ പല സ്ഥലങ്ങളിലും സന്ദർശിച്ചിട്ടുണ്ട്, അപൂർവമായിട്ടെങ്കിലും ഇവിടുത്തെ ഇസ്ലാഹി സെന്റർ എനിക്കൊരാവേശമാണ്. എന്തുകൊണ്ട് വെച്ചാൽ ഈ ഇസ്ലാഹി സെന്ററിന്റെ തുടക്ക സന്ദർഭത്തിൽ ഇത് ആരംഭിക്കുന്ന സമയത്ത് ഇവിടെ വെച്ചുകൊണ്ട് സംസാരിക്കാൻ അള്ളാഹു എനിക്ക് അവസരം നൽകിയിട്ടുണ്ട്. അതൊരു വികാരമായിട്ടാണ്. ഇവിടെ ഇരിക്കുന്ന പല ആളുകളിലും അന്നു മുതലുള്ള ബന്ധം എനിക്കുണ്ട്. ഞാൻ പറയുന്നത് സഹോദരങ്ങൾ, ഇതിന്റെ സമുന്നതരായ ഭാരവാഹികൾക്ക് ചെയ്യാൻ പറ്റാത്തത് നിങ്ങളിൽ നിശബ്ദനായ ഒരു പ്രവർത്തകന് ചെയ്യാൻ പറ്റും. കാരണം അത്ര സൗകര്യപ്രദമാണെന്ന് നിങ്ങൾക്കറിയൂ. ഗൂഗിൾ എടുത്ത് അൽ ഇസ്ലാഹ് റേഡിയോ എന്നടിച്ചാൽ 24 മണിക്കൂറും ഇസ്ലാഹി പ്രഭാഷണങ്ങളാണ്. നമ്മുടെ വീട്ടിൽ ചെറിയ കാര്യമുള്ളൂ. നാട്ടിൽ ഫോണിന്റെ ബ്ലൂടൂത്ത് വഴി 98 രൂപ കൊടുത്താൽ അല്ലെങ്കിൽ 97 രൂപ കൊടുത്താൽ
മൊബൈലിൽ മുഴുവൻ സമയവും നെറ്റിന്റെ കണക്ഷനാണ്. കമ്പ്യൂട്ടറിന്റെ അടുത്ത് വെച്ചൊരു ബ്ലൂടൂത്തിന്റെ ചെറിയൊരു അഡാപ്റ്റർ ഉപയോഗിച്ചാൽ മുഴുവൻ സമയത്ത് കേൾക്കാണ്, വേറൊന്നും തുറക്കണ്ട, മുഴുവൻ സമയത്തും ആ പ്രഭാഷണങ്ങൾ കേട്ടുകൊണ്ടിരിക്കാൻ. നമ്മുടെ നാട്ടിൽ നല്ല സൗകര്യമുള്ള ടെലഫോണുകളിൽ നമ്മുടെ ആളുകൾ നിരന്തരം പ്രഭാഷണങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു. നാട്ടിൽ സൗകര്യത്തിന്റെ വാതായനങ്ങൾ സ്ഫോടനാത്മകമായി തുറന്നു വെക്കപ്പെട്ടിരിക്കുകയാണ്. നമ്മളത് ഉപയോഗപ്പെടുത്താൻ നമ്മുടെ വീട്ടുകാരെയും സുഹൃത്തുക്കളെയും നാട്ടുകാരെയും പ്രേരിപ്പിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. സഹോദരങ്ങളെ, ഇത്രയും വിശാലമായ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തണം. കൂടുതൽ എനിക്ക് പറയാനുള്ളത്, ഇന്നലെ ഞാൻ കണ്ടു ഇവിടുത്തെ ജാലിയാത്ത് നടക്കുന്ന എക്സിബിഷനുമായി ബന്ധപ്പെട്ട അവിടുത്തെ കാര്യങ്ങൾ കാണാൻ എനിക്ക് ഇന്നലെ വന്നപ്പോൾ അവസരം കിട്ടി. എനിക്ക് പറയാനുള്ളൊരു സംഗതി, സഹോദരങ്ങളെ, നല്ലൊരു അവസരമാണ് ഇവിടെ സ്വാഗതത്തിൽ പറഞ്ഞു. ഇനി അതിനെക്കുറിച്ചുള്ള വിശദീകരണം ഇവിടെ നടക്കാനിരിക്കുന്നു. ഒരു നല്ല അവസരമാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഒന്ന് മാത്രം, അതിന്റെ ഫ്ലെക്സ് ഒക്കെ റെഡിയാണ്, അതിന്റെ പെർമിഷൻ റെഡിയാണ്. നിങ്ങൾ ഒരു കാര്യം മാത്രമേ ചെയ്യേണ്ടതുള്ളൂ. നമ്മളുമായി ഒരു ബന്ധമില്ലാത്ത ആളുകളുണ്ടാവും, അത്തരം ആളുകൾക്ക് ഒരു ഫോൺ കോൾ, ഇതിന്റെ സംഗതി ഇന്ന ദിവസം തുടങ്ങാണ് എന്ന് പറഞ്ഞാൽ അത് വന്ന് കണ്ടാൽ സ്വാഭാവികമായും മനസ്സിൽ ചെറിയൊരു തീപ്പൊരി ഈ നല്ല വിചാരങ്ങളെക്കുറിച്ച് ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. അതിലൊരു അവസരത്തെ നമ്മൾ ഉപയോഗപ്പെടുത്തണം എന്നാണ് പറയാനുള്ളത്. ഇവിടെ സൂചിപ്പിച്ച കാര്യമാണ്. അതിന്റെ വിശദീകരണങ്ങൾ ഇവിടെ വരാൻ പോകുന്നുണ്ട്. സഹോദരങ്ങളെ, എല്ലാ പ്രബോധന കാര്യങ്ങളെയും നമ്മൾ ശരിയായ രൂപത്തിൽ പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തണം. അള്ളാഹുവിന്റെ അനുഗ്രഹം നമ്മുടെ എല്ലാ കാര്യത്തിലും ഉണ്ടാകാൻ വേണ്ടി നിങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. നല്ലൊരു കാഴ്ചപ്പാടോടുകൂടിയും ജീവിതത്തിന്റെ ഒരു ആസ്വാദനവും അനുഭവവും ശരിയായ അർത്ഥത്തിൽ ദീൻ ഉൾക്കൊണ്ടുകൊണ്ട് സ്വീകരിക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഇഹലോകത്തെ ഭയാനകമായ പരീക്ഷണങ്ങൾ അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. മരണത്തിലും പരലോകത്തിലും വരാനിരിക്കുന്ന എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹു ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് സന്താനങ്ങളിൽ ഞങ്ങൾക്ക് നീ കൺകുളിർമ പ്രദാനം ചെയ്യണമേ നാഥ. ഞങ്ങളുടെ ഇഹലോക ജീവിതത്തെയും പരലോക ജീവിതത്തെയും നീ സന്തോഷകരമാക്കി തരണമേ രക്ഷിതാവേ. ഞങ്ങളുടെ എല്ലാ പ്രബോധന പ്രവർത്തനങ്ങളെയും ആത്മാർത്ഥതയോടെയും ലക്ഷ്യബോധത്തോടെയും നിർവഹിക്കുവാനും അതിന്റെ പ്രതിഫലങ്ങൾ പരലോകത്ത് കണ്ടെത്തുവാനും ഞങ്ങൾക്ക് അവസരം ഒരുക്കണമേ നാഥ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. നമ്മുടെ എല്ലാ നന്മകളെയും എല്ലാ പുണ്യകർമ്മങ്ങളെയും പൂർണ്ണ പ്രതിഫലത്തോടെ അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ.